بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ثم أما بعد، فيقول المصنف الإمام المجدد العلامة الشيخ محمد ابن عبد الوهاب رحمه الله في كتابه الماتع كتاب التوحيد: باب ما جاء في المصبرين. باب ما جاء في المصبرين. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: قال الله تعالى: ومن أظلم ممن ذهب يخلق كخلقي، فليخلقوا ذرة أو ليخلقوا حبة أو ليخلقوا شعيرة. أخرجاه. ولهما عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال: أشد الناس عذابا يوم القيامة الذين يضاهئون بخلق الله. ولهما عن ابن عباس: سمعت رسول الله صلى الله عليه وسلم يقول: كل مصور في النار، يجعل له بكل صورة صورها نفس يعذب بها في جهنم. ولهما عنه مرفوعا: من صور صورة في الدنيا كلف أن ينفخ فيها الروح وليس بنافخ. ولمسلم عن أبي الهياج قال: قال لي علي: ألا أبعثك على ما بعثني عليه رسول الله صلى الله عليه وسلم؟ ألا تدع صورة إلا طمستها، ولا قبرا مشرفا إلا سبيته. وفيه مسائل. الأولى: التغليظ الشديد في المصبرين. الثانية: التنبيه على العلة، وهو ترك الأدب مع الله لقوله: ومن أظلم ممن ذهب يخلق كخلقي. الثالثة: التنبيه على قدرته وعجزهم لقوله: فليخلقوا ذرة أو حبة أو شعيرة. الرابعة: التصريح بأنهم أشد الناس عذابا. الخامسة: أن الله يخلق بعدد كل صورة نفسا يعذب بها المصبر في جهنم. السادسة: أنه يكلف أن ينفخ فيها الروح. السابعة: الأمر بطمسها إذا وجدت. സഹോദരന്മാരെ, കിതാബ് തൗഹീദിൽ നിന്ന്
അടുത്തതായി നമുക്ക് വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുമുള്ള അധ്യായം മാ ജാഅ ഫിൽ മുസവ്വിരീൻ. തസ്വീർ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, അവരാണ് മുസവ്വിറുകൾ. രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച് വന്നിട്ടുള്ളതായ ശക്തമായ താക്കീതുകൾ. മാ ജാഅ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനൽ വഈദി ശദീദ്, കഠിനമായ താക്കീദ്. ഫിൽ മുസവ്വിരീൻ, മുസവ്വിരീങ്ങളുടെ കാര്യത്തിൽ. മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപമുണ്ടാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തസ്വീർ, അത് രൂപമുണ്ടാക്കുന്നത് ജിസ്മു കൊണ്ടാകാം, അല്ലെങ്കിൽ വസ്ഫു കൊണ്ടാകാം. ജിസ്മു കൊണ്ടാകാം എന്ന് പറഞ്ഞാൽ അതിനാൽ അർത്ഥമാക്കുന്നത് കല്ലിലോ അല്ലെങ്കിൽ മാർബിളിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് മെറ്റീരിയലുകൾ കൊണ്ടോ രൂപമുണ്ടാക്കുന്നത്. കല്ലിൽ കൊത്തി അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് രൂപമുണ്ടാക്കുന്നതാണ് ജിസ്മു കൊണ്ട് രൂപമുണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് തസ്വീർ, ജിസ്മു കൊണ്ടെന്നതുപോലെ വസ്ഫു കൊണ്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് വസ്ഫു കൊണ്ട് ചിത്രമുണ്ടാക്കുന്നത്? അത് ആ വസ്തുവിന്റെ അതേ രൂപം കല്ലിലോ മരത്തിലോ മറ്റു വസ്തുക്കളിലോ കൊത്തിയുണ്ടാക്കുകയല്ല, മറിച്ച് വരകൾ കൊണ്ടും കളറുകൾ കൊണ്ടും വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ. ഇപ്പൊ നമ്മളെടുക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ കടലാസിൽ നമ്മൾ വരക്കുന്ന വരകൾ, അല്ലെങ്കിൽ തുണിയിൽ ശീലയിൽ നമ്മൾ വരക്കുന്ന വരകൾ, അല്ലെങ്കിൽ ചുമരിൽ വരക്കുന്ന വരകൾ, ഇങ്ങനെ വരച്ചുണ്ടാക്കുന്ന വരകൾ കൊണ്ടും നിറങ്ങൾ കൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് തസ്വീർ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് രൂപത്തിലുള്ള തസ്വീറുകളും ഈ പദത്തിൽ ഇവിടെ തസ്വീറിനെ അധിക്ഷേപിച്ചുകൊണ്ട് വന്നിട്ടുള്ള, തസ്വീർ നടത്തുന്ന ആളുകൾക്ക് പറയപ്പെട്ടിട്ടുള്ള ശിക്ഷകളും താക്കീതുകളും അത് രണ്ട് രൂപത്തിൽ ചെയ്യുന്ന ആളുകൾക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ് സത്യം. മുസവ്വിരീങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ശക്തമായ താക്കീത് എന്തൊക്കെയാണ്? ഒന്നാമതായി ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, അബൂ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു എന്ന്. ഹദീസ് പല രൂപത്തിലാണ് വരിക. ഒന്നുകിൽ ആ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന വാക്കാണെങ്കിൽ ഖുദ്സിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ് മർഫൂആണ്. സ്വഹാബി പറഞ്ഞു എന്ന് സ്വഹാബിയിൽ അവസാനിക്കുന്ന ഹദീസ് അത് മൗഖൂഫാണ്. ഇനി സ്വഹാബിക്കും താഴെയുള്ള ആളുകളിൽ വെച്ച് നിന്നുപോയതാണെങ്കിൽ അത് മഖ്തൂആണ്. ഇങ്ങനെയാണ് ഹദീസിനെ വേർതിരിക്കാറുള്ളത്. ഹദീസ് അല്ലാഹുവിന്റെ വാക്കായി ഉദ്ധരിക്കപ്പെട്ടുവെങ്കിൽ ഖുദ്സിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായി ഉദ്ധരിക്കപ്പെട്ടുവെങ്കിൽ അത് മർഫൂആണ്. സ്വഹാബിയുടെ വാക്കായിട്ട് ഉദ്ധരിക്കപ്പെട്ടുവെങ്കിൽ അത് മൗഖൂഫാണ്. അതിന് താഴെയുള്ളവരിൽ ചെന്നവസാനിക്കുന്നുവെങ്കിൽ അത് മഖ്തൂ' എന്നുള്ളതാണ്. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ തെളിവായി ഉദ്ധരിക്കുന്ന ആദ്യത്തെ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസിന്റെ പ്രത്യേകത അത് അതിന്റെ ആശയം പോലെ തന്നെ അതിന്റെ വാക്കുകളും അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ അള്ളാഹുവിന്റെ വാക്കാണെങ്കിലും ഖുർആനിലെ വചനങ്ങളും ഖുദ്സിയായ ഹദീസിലെ വചനങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ മുഖ്യമായത് ഖുർആനാണെങ്കിൽ യുതഅബ്ബദു ബിതിലാവതിഹി, ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അത് ഇബാദത്തിന് വേണ്ടി പാരായണം ചെയ്യും. ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, ഇബാദത്തിന് വേണ്ടി അത് പാരായണം ചെയ്യും. എന്നാൽ അതുപോലെ തഅബ്ബുദിന് വേണ്ടി തിലാവത്ത് ചെയ്യുന്നവയല്ല ഖുദ്സിയായ ഹദീസുകൾ. രണ്ടാമത്തേത് ഖുർആനിന്റെ വചനങ്ങളാണെങ്കിൽ അത് മുത്തവാത്തിറായി വന്നിട്ടുള്ളതാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകൾ
മുത്തവാത്തിറായിരിക്കാം, സ്വഹീഹായിരിക്കാം, ചിലപ്പോൾ ദഈഫായിരിക്കാം. മറ്റു ഹദീസുകൾക്ക് ബാധകമാകുന്ന വിധികളൊക്കെ ഇതിനും ബാധകമാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും ശരി, ഇവിടെ മുസന്നിഫ് ധരിച്ചിട്ടുള്ള ആദ്യത്തെ തെളിവ് ഖുദ്സിയായ ഹദീസ്. അല്ലാഹു പറയുന്നു, വമൻ അളുലം മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി. വമൻ അളുലം, ആരാണ് ഏറ്റവും വലിയ അതിക്രമി? അവിടെ മൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ ഇസ്തിഫ്ഹാം, ആ ചോദ്യം ഇൻകാറിന് വേണ്ടിയാണ്. ആരുമേ ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ആരുമില്ല എന്ന് പറയുന്നതിനേക്കാളും ശക്തമായ ഭാഷ ആരുണ്ട് എന്ന ചോദ്യമാണ്. അഥവാ അബ്ലഗായ ഉസ്ലൂബിൽ, കൂടുതൽ ശക്തമായ ഭാഷയിൽ ഇനി പറയാൻ പോകുന്നവരെക്കാളും വലിയ അക്രമിയായി ആരുമേ ഇല്ല എന്ന് പറയാനാണ് ഇവിടെ ഇസ്തിഫ്ഹാം ഇൻകാരി പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആരുണ്ട്, ആരുമേ ഇല്ല. അളുലം, ഏറ്റവും വലിയ അക്രമിയായി. മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, അവൻ പോയത്, അവൻ ചെയ്തത് യഖ്ലുഖു, സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ പോലെ, എന്റെ സൃഷ്ടിപ്പിനെ അനുകരിച്ച് ആ സൃഷ്ടിപ്പിനെ പോലെ സൃഷ്ടിക്കാൻ, രൂപപ്പെടുത്താൻ പോകുന്ന അവനേക്കാൾ വലിയ അതിക്രമി മറ്റാരുണ്ട്? മുസവ്വിരീങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, വസവ്വറക്കും, നിങ്ങൾക്കുള്ള ഈ സൂറ, ഈ രൂപം, ആ രൂപം സംവിധാനിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടിപ്പ് നടത്തിയത്. ആ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് തസ്വീർ. ഓരോ സൃഷ്ടിക്കും അനുയോജ്യമായ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. എന്നിരിക്കെ അല്ലാഹു ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയെ അതേ രൂപത്തിൽ അനുകരിക്കാൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കാനുള്ള ശ്രമമാണ്. അത് അല്ലാഹുവിനോട് കാണിക്കുന്ന സൂഉൽ അദബ്, അങ്ങേയറ്റത്തെ മര്യാദകേടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് കാണിക്കുന്ന ഈ അദബ് കേട് അന്നിദ്ദിയതു ഫിത്തസ്വീർ, സൃഷ്ടിജാലങ്ങളുടെ രൂപം നിശ്ചയിക്കുക എന്നത് അല്ലാഹുവിന്റെ ഖൽഖുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ ഒരാൾക്കും സൃഷ്ടിജാലങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുക സാധ്യമല്ല. പക്ഷേ അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ള ആ രൂപത്തെ അനുകരിച്ചുകൊണ്ട്, മറ്റു പദാർത്ഥങ്ങൾ കൊണ്ട്, കല്ലുകൊണ്ടാകാം, മണ്ണുകൊണ്ടാകാം, ലോഹങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മഷി കൊണ്ടാകാം, അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൊണ്ടാകാം, ഇങ്ങനെ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരാൾ അനുകരിക്കുകയാണെങ്കിൽ അത് സൂഉൽ അദബി മഅല്ലാഹി തബാറക വ തആല, അല്ലാഹുവിനോട് കാണിക്കുന്ന കടുത്ത അദബുകേടാണ്, മര്യാദകേടാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നത് അന്നിദ്ദിയതു ഫി തസ്വീർ, തസ്വീറിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് സമനാകുന്നില്ല. പക്ഷേ സമനാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അള്ളാഹ് അങ്ങനെ ഉണ്ടാക്കി. അള്ളാഹ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് നല്ല രൂപം കൊടുത്തു. ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്ന സൂറത്ത് ഏറ്റവും ഉദാത്തമായ രൂപം നൽകി. ആ രൂപത്തെ അതേപോലെ കല്ലിൽ വെട്ടിയുണ്ടാക്കുന്നു, അതേപോലെ മാർബിളിൽ വെട്ടിയുണ്ടാക്കുന്നു, അതേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കുന്നു, അതേപോലെ ക്യാൻവാസിൽ വരക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ അള്ളാഹുവിനോട് അവന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ മുലാഹാത്ത് കാണിക്കുന്നു, സാദൃശ്യം നടിക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇത് അന്നിദ്ദിയതു ഫി തസ്വീർ, തസ്വീറിലുള്ള നിദ്ദിയത്താണ്. ആ നിലക്കാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിൽ ഇതൊരു അധ്യായമായി എടുത്തു ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സവ്വറ, ഈ തസ്വീർ എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ 3-4 സ്ഥലങ്ങളിൽ വ്യക്തമായി പറഞ്ഞു. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅ, അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കി തന്നത്.
നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്താലും, എന്തുമാത്രം എടുപ്പുകൾ പടുത്തുയർത്തിയാലും ഈ ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള ചാഞ്ചാട്ടവുമില്ലാതെ ഉറപ്പിച്ചു നിർത്തി ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ ഉപരിലോകത്തെ, ആകാശത്തെ ഒരു എടുപ്പ് പോലെ നിങ്ങൾക്കൊരു സംരക്ഷണത്തിന്റെ കവചമാക്കി അവിടെ സ്ഥാപിച്ചു വെച്ചതും അള്ളാഹു തന്നെയാണ്. വസവ്വറക്കും, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപം ഉണ്ടാക്കി തന്നത് അവനാണ്. ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൂറകൾ, രൂപങ്ങൾ ഏറ്റവും അന്യൂനമായി കുറ്റമറ്റ നല്ല രൂപങ്ങൾ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. വറസഖക്കും മിനത്ത് ത്വയ്യിബാത്ത്, ഉത്കൃഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകിയിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരുടെ റബ്ബായ അല്ലാഹു എല്ലാ ബർക്കത്തിന്റെയും എല്ലാ ഖൈറിന്റെയും ഉടമയാകുന്നു. ഇവിടെ അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് സൂറ നൽകി, രൂപം നൽകി. ആ രൂപമാണെങ്കിൽ അന്യൂനമായ ഉദാത്തമായ രൂപമാണ് നൽകിയത്. ആ രൂപം നൽകുക എന്നത് അവന്റെ ഹൽഖിന്റെ ഒരു ഭാഗമാണ്. എന്നിരിക്കെ അതിൽ അള്ളാഹുവിനോട് സാദൃശ്യം കാണിക്കാൻ, അള്ളാഹുവിന്റെ ആ തസ്വീറിനെ അനുകരിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് സൂഉൽ അദബി മഅല്ലാഹ്, അള്ളാഹുവിനോട് കാണിക്കുന്ന കടുത്ത മര്യാദകേടാണ്. അത് അന്നിദ്ദിയ്യതു ഫി തസ്വീർ, തസ്വീറിലെങ്കിലും അതിന്റെ രൂപത്തെ അനുകരിക്കുന്നതിലെങ്കിലും നമ്മൾ ഒരു അള്ളാഹുവിനോട് സാമ്യത നടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തൗഹീദിന് വിരുദ്ധവും അതുപോലെ തന്നെ ഏറ്റവും കടുത്ത തെറ്റും ഏറ്റവും വലിയ ദുൽമുമായിട്ടാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. തുടർന്നുകൊണ്ട് ഈ ഹദീസിൽ അള്ളാഹു വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹു രൂപം നൽകുന്നത് പോലെ നിങ്ങൾക്കൊന്ന് രൂപം നൽകാം എന്ന് ഭാവമുണ്ടെങ്കിൽ, അതൊന്ന് അനുകരിക്കാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഫൽയഖ്ലുഖൂ ദർറ, അവരൊരു ദർറത്തിനെയെങ്കിലും സൃഷ്ടിക്കട്ടെ. ദർറത്ത് എന്ന് പറഞ്ഞാൽ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ജീവിയാണ് ദർറ. ഒരു കറുത്ത ഉറുമ്പ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക പോലും സാധ്യമല്ലാത്ത അത്ര ചെറിയ ഒരു ഉറുമ്പാണ് യഥാർത്ഥത്തിൽ ദർറത്ത്. ആ ദർറത്ത് ജീവികളിൽ ഏറ്റവും ചെറുത്, ഏറ്റവും നിസ്സാരം എന്ന് ഗണിക്കാവുന്ന ഒരു ദർറത്തിനെയെങ്കിലും നിങ്ങൾ സൃഷ്ടിക്കൂ. അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടികൾക്ക് അവൻ കൽപ്പിച്ചിട്ടുള്ള ആ രൂപം അതിനെയൊന്ന് അനുകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ അതിനെ അനുകരിച്ചുകൊണ്ട് ഒരു സാദൃശ്യം നടിക്കാനുള്ള ശ്രമം എന്തിനു വേണം? ഇനി ശരി, ഉറുമ്പിനെ പോലെ റൂഹുള്ള ആത്മാവുള്ള ഒരു ജീവി വേണമെന്നില്ല. ഔ ലിയഖ്ലുഖൂ ഹബ്ബ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹബ്ബത്തെങ്കിലും സൃഷ്ടിച്ചേക്കൂ. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ആ ധാന്യം അതിലെന്തുണ്ട്? അതിന് വളരാനുള്ള കഴിവുണ്ട്. ആ ധാന്യത്തെ അല്പം ഈർപ്പമുള്ള ഒരു മണ്ണിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് മുള പൊട്ടി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വെല്ല വിടർത്തിയിട്ട് അതിൽ നിന്ന് അതിന്റെ നാമ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അത് സ്റ്റെമ്മായി വളർന്നു വരുന്നു, അതൊരു ചെടിയായി തീരുന്നു. അങ്ങനെ വളരാനുള്ള സിദ്ധികൾ, വളരാനുള്ള കഴിവുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു ധാന്യമണി അതെങ്കിലും നിങ്ങൾ സൃഷ്ടിക്കൂ. അതിനും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഔ ലിയഖ്ലുഖൂ ശഈറ, അല്ലെങ്കിൽ ഒരു ഗോതമ്പത്തിന്റെ, ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഗോതമ്പത്തിന്റെ ഒരു ചെറിയ ചെടി അതെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗോതമ്പത്തിന്റെ മണി, അല്ലെങ്കിൽ ഒരു ഗോതമ്പത്തിന്റെ ചെടി, ആ ശഈറത്ത്, ബാർലി, അതെങ്കിലും നിങ്ങൾ ചെയ്യൂ, സൃഷ്ടിക്കൂ. അതിനൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോ സൃഷ്ടികളിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ജീവി ദർറ, അത് ആത്മാവുണ്ട്. ഇനി ആത്മാവ് വേണ്ട, വളരാൻ കഴിവുള്ളതായ ഒരു ധാന്യമണി അതെങ്കിലും നിങ്ങൾ സൃഷ്ടിക്കൂ. അതല്ലെങ്കിൽ ചോളത്തിന്റെയോ അല്ലെങ്കിൽ ഗോതമ്പിന്റെയോ ഒരു ചെറിയ ചെടി അതെങ്കിലും നിങ്ങൾ സൃഷ്ടിക്കൂ. സാധിക്കുമെങ്കിൽ ഒന്നും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. സൃഷ്ടിപ്പ്, അതിന്റെ എല്ലാ രൂപങ്ങളും അതിന്റെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലാണ്, അവന്റെ അധീശത്വത്തിന് കീഴിലാണ്. അവനെല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അവക്ക് വേണ്ടതായ രൂപങ്ങൾ നൽകുകയും ചെയ്തു.
ആ രൂപത്തിൽ നിങ്ങൾ അവനെ അനുകരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആളാവാൻ ശ്രമിക്കുന്നത് നിരർത്ഥകമാണ്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അത് ഖൽഖിനോട് സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ആ മഹത്തായ കൃത്യത്തോടുള്ള സാദൃശ്യം നടിക്കാനുള്ള ശ്രമമാണ്. അതിനെയാണ് അള്ളാഹു എതിർക്കുന്നത്. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു താബിഈ വര്യനാണ് മുജാഹിദ് ഇബ്നു ജബർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാരിൽ പ്രഗൽഭനാണ് മുജാഹിദ് ഇബ്നു ജബർ. അദ്ദേഹം ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സൂറ രൂപം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ആത്മാവുള്ള വസ്തുക്കളുടേത് പാടില്ല. അതേ പ്രകാരം തന്നെ ഇങ്ങനെ വളരാൻ പറ്റുന്ന വസ്തുക്കൾ അവയുടേതും പാടില്ല. ധാന്യമണി അതിന് വളരാൻ പറ്റും. അതുപോലെ തന്നെ ചെടികൾ അവ വളരുകയോ വളരാൻ പറ്റുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ അവയെയും നമുക്ക് ചിത്രീകരിക്കാൻ, അവയുടെയും രൂപം നമുക്കുണ്ടാക്കാൻ പാടില്ല. പക്ഷേ അധിക ഉലമാക്കളും അധിക മുഫസ്സിരീങ്ങളും ആത്മാവില്ലാത്ത വസ്തുക്കളെ രൂപമുണ്ടാക്കുന്നത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമുക്ക് നിർബന്ധമാണെങ്കിൽ അതിൽ നമുക്ക് ഒഴിവ് കഴിവുണ്ട്, വിട്ടുവീഴ്ചാപരമാണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ മുജാഹിദ് ഇബ്നു ജബർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹദീസിൽ അള്ളാഹു നടത്തിയിട്ടുള്ള ഈ വെല്ലുവിളി, ഈ തഹദ്ദി അത് മുൻനിർത്തിയിട്ട് പറയുന്നു, തസ്വീർ റൂഹ് ആത്മാവുള്ള വസ്തുക്കളുടേത് പാടില്ല. കാരണം വൽയഖ്ലുഖു ദർറതൻ, ഇനി ആത്മാവില്ലാത്ത അത് വളരാനുള്ള ക്ഷമത, വളരാനുള്ള കഴിവുള്ള വസ്തു അതും പാടില്ല. ഔ ലിയഖ്ലുഖു ഹബ്ബതൻ, അല്ലെങ്കിൽ ഹബ്ബത്ത് സൃഷ്ടിക്കട്ടെ എന്നതിൽ നിന്ന് അത് ലഭിക്കും. അതുമല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികൾ പോലുള്ളത്. ഔ ലിയഖ്ലുഖു ശഈറതൻ, അതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയോ വളരാനുള്ള ക്ഷമതയുള്ള വളരാനുള്ള കഴിവുള്ള വസ്തുക്കളോ അതുപോലും തസ്വീർ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത് പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് പ്രഗൽഭ മുഫസ്സിറായ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഭൂരിഭാഗം മറിച്ചാണ്. ഭൂരിഭാഗം തസ്വീർ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ആത്മാവുള്ള വസ്തുക്കളുടെ രൂപമാണ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം തസ്വീർ അല്ലാഹു ഒരു പ്രധാന കാര്യമായി പറഞ്ഞു. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ ഘട്ടങ്ങൾ പറയുന്നിടത്ത് മനുഷ്യന് അള്ളാഹു രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, രൂപങ്ങൾ നിശ്ചയിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് ആദ്യ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് വന്നിട്ടുള്ള മനുഷ്യ മക്കളെയെല്ലാം തന്നെ ആ മനുഷ്യന്റെ ആ മനുഷ്യനിൽ നിന്നുള്ള ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അന്യൂനമാക്കി ആ മനുഷ്യനിൽ അള്ളാഹു ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും നിങ്ങൾക്ക് കാഴ്ചയും നിങ്ങൾക്ക് ഹൃദയവുമെല്ലാം അള്ളാഹു നൽകി. ഖലീലൻ മാ തഷ്കുറൂൻ, വളരെ കുറച്ചു മാത്രമല്ലേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ സൃഷ്ടിപ്പിലെ ഒരു പ്രധാന കാര്യമാണ് തസ്വീർ, അതിനെ രൂപപ്പെടുത്തുക എന്നുള്ളത്. അത് അള്ളാഹു രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിനോട് നമ്മൾ സാദൃശ്യം നടിക്കുന്നത് കടുത്ത തെറ്റാണ്. അതാണ് അന്നിത്തിയ്യതു ഫി തസ്വീർ, രൂപം ചിത്രീകരിക്കുന്ന രൂപമുണ്ടാക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ പോലെയാകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടുത്തെ തെറ്റ്. ഇത് പാടില്ല എന്ന കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? മൻ അദ്ലം, ആരാണ് ഏറ്റവും കടുത്ത അക്രമിയായിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ അവൻ നൽകിയിട്ടുള്ള സൂറ പോലുള്ള സൂറ അത് വരച്ചുണ്ടാക്കാൻ, അല്ലെങ്കിൽ കൊത്തിയുണ്ടാക്കാൻ, അല്ലെങ്കിൽ പെയിന്റ് കൊടുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ അവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്? കാരണം അത് സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. അതിനൊരാൾ മുതിരുമ്പോൾ അതിൽ മുലാഹാത്ത്,
മുശാബഹ, സാദൃശ്യം നടിക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട്. അത് തൗഹീദിന് വിരുദ്ധവും തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് നിരക്കാത്ത കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വമൻ അദ്ലം, അവരെക്കാൾ വലിയ അക്രമി മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും തന്നെയില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ കടുത്ത താക്കീതാണ് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, വലഹുമ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരുത്തനും നരകത്തിലാകുന്നു. രൂപങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും നരകത്തിലാണ്. അത് മാർബിളിൽ ഉണ്ടാക്കിയാലും കടപ്പയിലുണ്ടാക്കിയാലും അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയാലും അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൽ കളറുകളും അതുപോലെ തന്നെ വരകളും കൊണ്ട് വരച്ചു വെച്ചാലും എല്ലാം ഒരുപോലെ സമമാണ്. ഒന്ന് ജിസ്മ് കൊണ്ട് അഥവാ ഡയമെൻഷൻസ് ഉള്ള വസ്തുക്കൾ കൊണ്ട് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണ്. മറ്റൊന്ന് ഡയമെൻഷൻസ് ഇല്ല, അതൊരു പ്രതലത്തിൽ വരക്കുന്ന വരകളാണ്. അതാണ് വസ്ഫിയായിട്ടുള്ള തസ്വീർ. ജിസ്മു കൊണ്ടുള്ള തസ്വീർ ഡയമെൻഷൻസ് ഉള്ളതാണ്. അത് നമ്മൾ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. മരത്തിലോ ലോഹത്തിലോ കല്ലിലോ പാറയിലോ കൊത്തിയുണ്ടാക്കുന്നത്. ഇങ്ങനെ ഏത് രൂപത്തിലും. കാരണം കുല്ലു മുസവ്വിരിൻ, ഹദീസിന്റെ പദപ്രയോഗം നോക്കൂ. പലർക്കും പല ന്യായങ്ങളും ഈ ഘട്ടത്തിൽ പറയാനുണ്ടാകും. സൂറ കൊണ്ടുദ്ദേശിക്കുന്നത് വിഗ്രഹങ്ങൾ, കല്ലിലോ അല്ലെങ്കിൽ മരത്തിലോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനു മാത്രമാണ് ഈ ഹദീസ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അല്ലാത്ത സൂറകളൊന്നും പ്രശ്നമല്ല. പള്ളിയിൽ തന്നെ സൂറകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ചിത്രങ്ങൾ ഉണ്ടാകും, ഓഫീസിലുണ്ടാകും, പല സ്ഥലത്തും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഈ സൂറ അതൊന്നും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല. ആരാധിക്കപ്പെടുന്ന ഒരു ബിംബം, അതാണ് ഇവിടെ തസ്വീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിലേക്ക് ചിലര് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി ഒന്ന് പാരായണം ചെയ്യുക, ഒരാവർത്തി ഒന്ന് വായിച്ചു പോവുക മാത്രം ചെയ്യുന്ന ഒരാൾക്ക് അതങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മരം കൊണ്ടോ അതല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ രൂപം അത് മാത്രമാണ് തെറ്റ് എന്നുള്ളത് വളരെ തെറ്റായ വ്യാഖ്യാനമാണ്. ഇവിടെ പറയുന്നത് നോക്കൂ, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. എന്താ കുല്ലു മുസവ്വിരിൻ? രൂപമുണ്ടാക്കുന്ന ഏതൊരുത്തരും, രൂപമുണ്ടാക്കുന്ന എല്ലാവരും ഫിന്നാർ, നരകത്തിലാണ്. ആ കുല്ലു മുസവ്വിരിൻ എന്നുള്ള പദപ്രയോഗം, ആ ഹദീസിന്റെ പദപ്രയോഗം എടുത്തുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത് തസ്വീർ ജിസ്മു കൊണ്ടാണെങ്കിലും വസ്ഫ് കൊണ്ടാണെങ്കിലും എന്ന്. ജിസ്മു കൊണ്ടുള്ള തസ്വീർ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വസ്ഫ് കൊണ്ടുള്ള തസ്വീർ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ജിസ്മു കൊണ്ടുള്ള തസ്വീർ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാവുന്ന വിധം മെറ്റല് കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ടോ ഡയമെൻഷനുകളോട് കൂടിയിട്ടുണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, വസ്ഫ് കൊണ്ടുള്ള തസ്വീറും അതിലുൾപ്പെടും. കുൽ, എല്ലാം അതിലുൾപ്പെടും. വസ്ഫ് കൊണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസിൽ, ഒരു ശീലയിൽ അല്ലെങ്കിൽ ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു ചുമരിൽ നമ്മൾ നിറം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു മഷി കൊണ്ടോ അല്ലെങ്കിൽ വരക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സാമഗ്രികൾ കൊണ്ടോ വരച്ചുണ്ടാക്കുന്ന രൂപമാണ്. അങ്ങനെ ഏത് രൂപത്തിൽ നിങ്ങൾ വരച്ചാലും ആ വരക്കുന്നവരൊക്കെ കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുല്ല് എന്നുള്ളത് ഞാനൊന്ന് നന്നാക്കി വലിച്ചു പരത്തിയതാണ് എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും. കാരണം അല്ലാത്ത വ്യാഖ്യാനങ്ങൾ കാലങ്ങളായി ധാരാളം കേട്ട നിലക്ക് അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അയാളെ ഞാൻ തൽക്കാലം അധിക്ഷേപിക്കുന്നില്ല. മറിച്ച് അത്തരമൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു തെളിവ് നിങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഉദ്ധരിക്കാം. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് വേണ്ടി വരികയാണ്.
മക്ക വിജയത്തിന് വേണ്ടിയിട്ട് വന്നു. കഅബയിൽ കയറുന്നതിന് മുമ്പ് കഅബക്ക് ചുറ്റും നേരത്തെ പറഞ്ഞതുപോലുള്ള ജിസ്മു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സൂറകളുണ്ട്. ജിസ്മു കൊണ്ടുണ്ടാക്കിയ സൂറകളുണ്ട്. അഥവാ നമുക്ക് എടുത്തു മാറ്റി വെക്കാവുന്ന കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള സൂറകളുണ്ടായിരുന്നു. ആ വസ്തുക്കളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയൊക്കെ അടിച്ചുടക്കാൻ വേണ്ടി പറഞ്ഞു. അവയെ അടിച്ചുടച്ചു. وَقُلْ جَاءَ الْحَقُّ وَزَهَقَ الْبَاطِلُ إِنَّ الْبَاطِلَ كَانَ زَهُوقًا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ജാഅ അൽ ഹഖ്, ഹഖ് വന്നു കഴിഞ്ഞിരിക്കുന്നു. വസഹഖ അൽ ബാത്തിൽ, ബാത്തിൽ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും ബാത്തിൽ നിലനിൽക്കില്ല, അത് നശിച്ചു പോവുക തന്നെ ചെയ്യും. എന്നിട്ട് ആ തകർത്തിട്ടുള്ള ആ വിഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ദൂരെ കൊണ്ടുപോയിട്ട് കടലിലെറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. അതൊരു ഭാഗത്ത്, അത് ജിസ്മിയായ സൂറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ കഅബയിൽ കാണുന്നത് എന്തായിരുന്നു? സുലൈമാൻ ഇബ്നു ഹർബ് قال حدثنا حماد بن زيد عن ايوب عن عكرمه. എല്ലാ റാവിമാരും അറിയപ്പെട്ട റാവിമാരാണ്, ആർക്കും എതിരഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമ യൗമൽ ഫത്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം നടന്ന ആ ദിവസം മക്കയിലേക്ക് കഅബയിലേക്ക് വന്നു. വസൂറത്തു ഇബ്രാഹീമ വഇസ്മാഈല ഫിൽ ബൈത്ത്, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും സൂറ കഅബക്കകത്തുണ്ടായിരുന്നു. ആ സൂറ ഏതാ? വിഗ്രഹമാക്കി വെച്ചത് പുറത്തുണ്ടായിരുന്നു. കഅബക്കകത്ത് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും സൂറയുണ്ട്. വഫി ഐദീഹിമാ അൽ ഖിദാഹു, ഇബ്രാഹിം നബിയുടെ കയ്യിൽ പ്രശ്നം നോക്കാനുള്ള പ്രശ്നക്കോലുണ്ട്. ഇസ്മായിൽ നബിയുടെ കയ്യിൽ പ്രശ്നം നോക്കുന്ന പ്രശ്നക്കോലുണ്ട്. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം കയ്യിൽ പ്രശ്നം നോക്കാനുള്ള പ്രശ്നക്കോലുമായി നിൽക്കുന്ന അവരുടെ രൂപം കാണുമ്പോൾ അവിടുന്ന് പറയുന്നു, മാലി ഇബ്രാഹിമ വലിൽ ഖിദാഹ്, ഇബ്രാഹിം നബിയും ഈ പ്രശ്നം നോക്കുന്ന കോലുകളും തമ്മിൽ എന്തു ബന്ധം? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹി മസ്തഖ്സമ ബിഹാ ഖത്തു, ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രശ്നക്കോലുകൾ കൊണ്ട് പ്രശ്നം വെച്ച വ്യക്തിയല്ല, പ്രശ്നം നോക്കിയ ആളല്ല. സുമ്മ അമറ ബിസൗബിൻ, ഇനി ശ്രദ്ധിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശീലകഷണം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫബല്ല, എന്നിട്ട് ആ ശീലകഷ്ണത്തിൽ വെള്ളം ചേർത്ത് നനച്ചു. എന്നിട്ട് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം അവരുടെ ചിത്രങ്ങൾ നനഞ്ഞ തുണി കൊണ്ട് മായ്ച്ചു. ഏതാണിത് സൂറ? കല്ലുകൊണ്ടുണ്ടാക്കിയ സൂറയാണോ? ഒന്ന് പറയൂ നിങ്ങൾ. അജീബ് യാ ഇഖ്വാൻ, കല്ലുകൊണ്ടുണ്ടാക്കിയ സൂറ തുണിയിൽ വെള്ളമെടുത്തിട്ട് മായ്ച്ചാ മാറുമോ? മാറൂല. എന്താണത്? കഅബയുടെ ചുമരിന്മേൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബിന്റെ ഒരു ചിത്രം, ഇസ്മായിൽ നബിന്റെ ഒരു ചിത്രം. ഇബ്രാഹിം നബിയുടെ കയ്യിൽ എന്തുണ്ട്? പ്രശ്നം നോക്കാനുള്ള പ്രശ്നക്കോലുണ്ട്. ഇസ്മായിൽ നബിയുടെ കയ്യിലും അതുപോലെ തന്നെ പ്രശ്നം നോക്കാനുള്ള പ്രശ്നക്കോലുണ്ട്. പുറത്ത് നാട്ടിവെച്ചിട്ടുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തകർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവയെ തകർത്ത് കഅബക്കകത്ത് കയറുമ്പോഴാണ് കഅബയുടെ ചുമരിന്മേൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും സൂറ. പുറത്തുണ്ടായിരുന്നത് ജിസ്മു കൊണ്ടുള്ള സൂറയാണെങ്കിൽ അകത്തുണ്ടായിരുന്നത് വസ്ഫു കൊണ്ടുള്ള സൂറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയും ഈ പ്രശ്നക്കോലുകളും തമ്മിൽ ഒരു ബന്ധമില്ലെന്നും തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രശ്നം നോക്കിയിട്ടില്ല എന്നും, എന്നിട്ട് ഒരു തുണി കൊണ്ടുവന്ന് അത് നനച്ച് അതുകൊണ്ട് ചുമരിൽ നിന്നത് മായ്ക്കുകയും ചെയ്തു. കഅബയുടെ ചുമരിലായിരുന്നു അത് എന്നത് വേറെ റിവായത്തുകളിലും വന്നിട്ടുണ്ട്. അപ്പോ കുല്ലു മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സൂറകൾ പെടും? ഇങ്ങനെ കല്ല്, ലോഹം, മണ്ണ്, മരം പോലുള്ളത് കൊണ്ടുണ്ടാക്കുന്ന ഡയമെൻഷനലായിട്ടുള്ളതും എന്നാൽ കടലാസിലോ ചുമരിലോ ക്യാൻവാസിലോ വരച്ചു വെക്കുന്ന വസ്ഫിയായ സൂറകളും എല്ലാം അതിൽപ്പെടും എന്നുള്ളതിന് ഇതിലപ്പുറം മറ്റെന്ത് വേണം തെളിവ്? പക്ഷെ എന്നാലും പറയും നമ്മുടെ ആളുകൾ, അത് വരച്ചു വെക്കുന്നതിന് ബാധകമല്ല, അത് ഫോട്ടോ പിടിക്കുന്നതിന് ബാധകമല്ല,
അത് ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളിൽ ചില കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലർ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത്, അതിന് മാത്രമാണ് ബാധകമാണ് എന്ന് പറയും. അവർ വളരെ തെറ്റാണ്. എന്ന് മാത്രമല്ല, ഇനി അത് വെറും ചിലരതിനെ ചുരുക്കി കൊണ്ടുവന്ന് ആരാധിക്കപ്പെടുന്ന ഒറ്റ കാരണത്താലാണ് എന്ന് പറയും. അത് ആരാധിക്കപ്പെടുന്ന കാരണത്താലാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അതിന്റെ തെളിവ് നമുക്ക് ഉദ്ധരിക്കാം. ഈ ഹദീസ് പൂർണ്ണമാകട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹാ നഫ്സുൻ. സൂറകൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സൂറക്കും ഓരോ ചിത്രത്തിനും ഒരു ആത്മാവ് സൃഷ്ടിക്കപ്പെടും. യുഅദ്ദബു ബിഹാ ഫീ ജഹന്നം. എന്നിട്ട് ഓരോന്നിന്റെയും പേരിൽ അയാൾ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. ഒരാൾ 10 സൂറ ഉണ്ടാക്കിയ ആളാണ്. വരക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രോത്സാഹനമുള്ള കാര്യമാണ്. കലാകാരൻ, സമൂഹം അദ്ദേഹത്തിന്റെ പിന്നിൽ അങ്ങോട്ട് നിൽക്കുകയാണ്, എൻ ബ്ലോക്കായിട്ട് അയാളെ വാഴ്ത്തുകയാണ്. അയാളെ കൊണ്ടുവരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അലങ്കരിച്ചതാണ്. അയാൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സമ്മാനങ്ങൾ, അയാൾക്ക് വേണ്ടി നൽകപ്പെടുന്ന അവാർഡുകൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ജീവിതത്തിൽ 10 മഹാന്മാരുടെ ചിത്രം വരച്ച ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. അയാൾക്ക് 10 ആത്മാവുണ്ടായിരിക്കും. ആ 10 ആത്മാവും നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയായിരിക്കും ഫലം. ഒരു വട്ടം അള്ളാഹുവിന്റെ കോടതിയാണ്. ഇവിടെ ഭൂമിയിൽ 10 ആളെ കൊന്ന ഒരാൾക്ക് ഒരു വട്ടേ ശിക്ഷ കിട്ടുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അത് 10 ആളെ കൊന്നാൽ 10 കൊലക്കുമുള്ള ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ 10 സൂറ ഉണ്ടാക്കിയാൽ ഒരു സൂറ ഉണ്ടാക്കിയതിനുള്ള ശിക്ഷയല്ല, 10 സൂറകൾ ഉണ്ടാക്കിയതിനുള്ള ശിക്ഷയും 10 ആത്മാവുകളിലായി അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മുടെ മനസ്സിൽ ഇത്രയൊക്കെ ക്ലാസ് എടുത്തപ്പോഴും ഒരു ചെറിയ സംശയം. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ആരാധിച്ചിരുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ആരാധിച്ചിരുന്നു. ആരാധനയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം. ഞാൻ വിട്ടുപോയ ഒരു ഹദീസ് ഉണ്ട് തൊട്ട് മുമ്പത്തെ, എന്തുകൊണ്ട് ബുക്ക് പലരുടെയും കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ആ ഹദീസിലേക്ക് മടങ്ങും. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഹദീസ് വലഹുമ ഐ ലിൽ ബുഖാരി വ മുസ്ലിമിൻ, ബുഖാരിക്കും മുസ്ലിമിനും തന്നെയുണ്ട്. ആരിൽ നിന്നുള്ള റിവായത്ത്? അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നുള്ള റിവായത്ത് പ്രകാരം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അവിടുന്ന് പറയുകയുണ്ടായി, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശിക്ഷ അനുഭവിക്കുന്ന ആൾ, ഏറ്റവും കടുത്ത ശിക്ഷ നൽകപ്പെടുന്ന വ്യക്തി, അല്ലദീന യുളാഹിഊന ബിഖൽഖില്ലാഹ്, അല്ലദീന യുളാഹിഊന ബിഖൽഖില്ലാഹ്. അവരാരാണ്? യുളാഹിഊന, സാദൃശ്യം നടിക്കുന്നവരാണ്. യുളാഹാത്ത്, യുളാഹിഉ എന്ന് പറഞ്ഞാൽ സാദൃശ്യം നടിക്കുക. ഏതിനോടാണ് അവർ സാദൃശ്യം നടിക്കുന്നത്, അവരനുകരിക്കുന്നത്? അപ്പോ സാദൃശ്യം നടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭാഷ കുറച്ച് വളഞ്ഞു തിരിഞ്ഞ്, ഞാൻ ആ കൃത്യവാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ മലയാളായി. ഏതിനെ അനുകരിക്കുന്നു? ബിഖൽഖില്ല, അള്ളാഹുവിന്റെ ക്രിയേഷൻ, അവന്റെ സൃഷ്ടിപ്പ്. അവൻ മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചു, അവൻ ആനയെ മറ്റൊരു രൂപത്തിൽ സൃഷ്ടിച്ചു, അവൻ പക്ഷികളെ വേറെ രൂപത്തിൽ സൃഷ്ടിച്ചു, അവൻ മൃഗങ്ങളെ വേറെ രൂപത്തിൽ സൃഷ്ടിച്ചു. അവക്ക് ഉചിതമായ രൂപം അവൻ നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടിപ്രക്രിയയെ ഒരാൾ അനുകരിക്കുന്നുവെങ്കിൽ അവനേക്കാൾ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ആളുകൾ വേറെയില്ല. അവരാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവർ. അല്ലദീന യുളാഹിഊന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കുന്നവർ, അവരാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ. അപ്പൊ അതിന്റെ ഇല്ലത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറഞ്ഞു തരുന്നു. എന്തുകൊണ്ടാണ് തസ്വീറിനെ, അതിന് അവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷയുണ്ട് എന്നും അവര് നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്നും പറയുന്നത്? അതിനുള്ള ഇല്ല, അതിന്റെ റീസൺ പറയുന്നത് യുളാഹിഊന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ ക്രിയേഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു എന്നുള്ളതാണ്.
ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇത് മുന്നിൽ വെച്ചാൽ നമ്മുടെ മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് ഒരു രക്ഷയില്ല. അള്ളാന്റെ പ്രത്യേകമായ റഹ്മത്ത് വരണം, അവർക്ക് നിവൃത്തിയൊന്നുമില്ല. അല്ലാത്ത രോഗമില്ലാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും തസ്വീർ. അത് ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ തസ്വീർ മാത്രമല്ല, തസ്വീർ തെറ്റാകുന്നത് യുളാഹിഊന ബിഖൽഖില്ലാഹ്, അള്ളാന്റെ ക്രിയേഷനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നതാണ് അത് തെറ്റാകാനുള്ള കാരണം എന്നിതിൽ നിന്ന് വ്യക്തമാണ്. ഇത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് സെൽഫ് എവിഡന്റ് ആണ്, സ്വതസ്പഷ്ടമാണ്. അപ്പം പിന്നെ അത് വെറും ഇങ്ങനെ എടുത്തുകൊണ്ടു പോകാൻ പറ്റുന്ന രൂപത്തിൽ വരക്കണത് പെടൂലല്ലോ എന്ന് പറയും. അല്ല, വരക്കണതും പെടും. കുല്ലു മുസവ്വിർ, എല്ലാ രൂപവും പെടും. അത് ജിസ്മു കൊണ്ടുള്ളതുപോലെ വസ്ഫു കൊണ്ടുള്ളതും പെടും. അത് കുല്ലു മുസവ്വിർ എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണോ? അതെ, മനസ്സിലാക്കാം. അതിന്റെ ഉപോത്ബലകമാണ് ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ കഅബക്കകത്ത് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം അവരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നനഞ്ഞ തുണിക്കഷ്ണം കൊണ്ട് തുടച്ചു മാറ്റിയ ആ സംഭവത്തിൽ പറയുന്നത്. ഇത്രയും വ്യക്തമാണ്. ഇതിലധികം ഇനി എങ്ങനെ തെളിവ് കൊടുക്കുക? എന്നാലും നമുക്ക് നമ്മുടെ കല്യാണങ്ങൾ ശരിക്ക് ചിത്രീകരിക്കണം. നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരാളുണ്ടെങ്കിൽ, വല്ലിപ്പ ഉണ്ടെങ്കിൽ, വല്ലിമ്മ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അത് വലിയ ഫ്രെയിമിലാക്കിയിട്ട് തലക്കുമീതെ കെട്ടിത്തൂക്കി വെക്കണം. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചില സാമൂഹ്യമായ പ്രസക്തി കൈവരുന്ന നിമിഷങ്ങൾ നമുക്ക് ക്യാമറയുടെ കണ്ണുകളിൽ ഒപ്പിയെടുക്കണം. കുഴപ്പമില്ല, ദുന്യാവ് മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പരലോകത്തേക്ക് പോകണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾ നോക്കി. അള്ളാഹു നമ്മോട് ചോദിക്കാണ്, വമൻ അദ്ലം, ഇതിലും വലിയ അക്രമി ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അശദ്ദുന്നാസി അദാബൻ, ജനങ്ങളിൽ ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടുന്നവനാണ് എന്ന്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഒരാൾ എത്ര സൂറുണ്ടാക്കിയോ അത്രയും ആത്മാവുകൾ അയാൾക്ക് നൽകപ്പെടും. ഓരോ സൂറയുടെയും പേരിൽ ഓരോ ആത്മാവും നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും ഒരു തർക്കത്തിന് അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിന് വിധേയമാക്കാൻ പറ്റാത്തത്ര ശക്തമായ തെളിവുകളാണ്. ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് ദുർവ്യാഖ്യാനിക്കാനുള്ള ഒരു പഴുത് പോലും അതിലൊരു വാക്കിലും അവശേഷിക്കുന്നില്ല താൻ. പിന്നെ എന്തും പറയാനോ, അള്ളല്ല എന്നും പറയുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. മതങ്ങളില്ല എന്ന് പറയുന്നവരും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ആകാശലോകങ്ങളെയും ഭൂലോകത്തെയും സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത് ഒന്നിലധികം സൃഷ്ടാക്കളാണ് എന്ന് പറയുന്നവരും നിലനിൽക്കുന്നുണ്ട്. ഒക്കെ തർക്കിച്ച് നിൽക്കുന്നതല്ലേ. ആ മാതിരി തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം. അല്ല, ഒരു ശരിയായ മനസ്സ്, അള്ളാഹ് പടച്ച ആ സൃഷ്ടിപ്പ് അതേ രൂപത്തിൽ നിലനിൽക്കുന്ന സത്യസന്ധമായ ഒരു മനസ്സിന്റെ ഉടമക്ക് ഇനി ഇതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമില്ല. എല്ലാവിധ തസ്വീറുകളും, അത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാകട്ടെ, അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൊണ്ടും വരകൾ കൊണ്ടും ഉണ്ടാക്കിയതാകട്ടെ, ജിസ്മു കൊണ്ടുള്ളതാകട്ടെ, വസ്തു കൊണ്ടുള്ളതാകട്ടെ, ആ സൂറ തസ്വീർ നടത്തുന്നത് തെറ്റാണ്. അത് തെറ്റാകുന്നത് യുളാഹിഊന ബിഖൽഖില്ലാഹ്, അത് അള്ളാഹുവിന്റെ ക്രിയേഷനെ, സൃഷ്ടിപ്പിനെ അനുകരിക്കുന്നു എന്നതാണ് അതിലുള്ള തെറ്റിന്റെ ഘടകം. പിന്നെ അത് ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവിന്റേതാകുമ്പോൾ കൂടുതൽ തെറ്റാകും. അല്ലെങ്കിൽ പിന്നീട് ആരാധിക്കപ്പെടുന്നതിന് അത് കാരണമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ വസീലത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള ഒരു കാരണമായി തീരും. അപ്പോൾ അതിന്റെ ഗൗരവം കൂടിക്കൂടി വരും. ഈ കാര്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി ഈ ശിക്ഷ, നരകത്തിലിടുന്ന ശിക്ഷ, ഓരോന്നിനും ഓരോ 10 ചിത്രം ഉണ്ടാക്കിയാൽ 20 ചിത്രം ഉണ്ടാക്കിയാൽ ആ 20 ശിക്ഷകൾ നൽകാൻ വേണ്ടി 20 ആത്മാവ് ഇയാൾക്ക് നൽകുകയും ഓരോ ആത്മാവ് ഓരോ സൂറയുടെയും പേരിൽ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് പുറമെ വലഹുമാ ഐ ലിൽ ബുഖാരി വ മുസ്ലിം ഇമാമ അൽ മുഹദ്ദിസീൻ, ഹദീസ് മുഹദ്ദിസീങ്ങളുടെ ഇമാമുകളായ ബുഖാരി മുസ്ലിം അവരുടെ സഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻഹു ഐ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മർഫൂഅൻ ഐ മർഫൂഅൻ ഇല നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായിട്ട്, മൻ സവ്വറ സൂറതൻ ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് ഒരാൾ ഒരു സൂറ ഉണ്ടാക്കി,
അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവിന്റെ സൂറ ഒരാൾ ഉണ്ടാക്കി എങ്കിൽ പരലോകത്ത് അയാളെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കുന്നു പറഞ്ഞല്ലോ. ആ ശിക്ഷയുടെ രൂപം എങ്ങനെയാണ്? കുല്ലിഫ, അയാളോട് പരലോകത്ത് വെച്ച് കൽപ്പിക്കപ്പെടും. അള്ളാഹു അയാളോട് ആജ്ഞാപിക്കും, അയാളോട് കൽപ്പിക്കപ്പെടും. അൻ യൻഫുഖ ഫീഹ റൂഹ്, നീ ഉണ്ടാക്കിയ രൂപമാണല്ലോ ഇത്, അള്ളാഹു ഉണ്ടാക്കിയതിന് അനുകരിച്ച് നീ ഉണ്ടാക്കിയില്ലേ, എങ്കിൽ അതിലേക്ക് നീ റൂഹിനെ, ആത്മാവിനെ നീ ഊതുക, ആത്മാവിനെ നീ സന്നിവേശിപ്പിക്കുക എന്നവനോട് കൽപ്പിക്കും. വലൈസ ബിനാഫിഖ്, എന്നാൽ അവനുണ്ടോ അതിലേക്ക് ആത്മാവിനെ ഊതാൻ കഴിയുന്നു? അവനത് ഊതാൻ കഴിയില്ല. ഇങ്ങനെ അവന് കഴിയാത്ത കാര്യം, അവനൊരു ദുർബലനായ സൃഷ്ടി മാത്രമാണ്. എന്നിരിക്കെ സൃഷ്ടാവ് ചെയ്യേണ്ട കാര്യം എന്തിനു നീ ചെയ്തു? നീ സൃഷ്ടാവിന്റെ പ്രവർത്തനത്തെ, സൃഷ്ടിപ്രക്രിയ എന്ന് പറയുന്ന പ്രവർത്തനത്തെ, ആ മഹൽകൃത്യത്തെ എന്തിനു നീ അനുകരിച്ചു? നീ അങ്ങനെ അനുകരിക്കുന്നവനാണെങ്കിൽ അതിന്റെ ബാക്കി കാര്യം കൂടി, അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുക എന്ന പ്രവൃത്തി കൂടി നീ ചെയ്യുക എന്നയാളോട് പറയും ഒരു ദണ്ഡനമായിട്ട്. പക്ഷെ അയാൾക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെ ശിക്ഷിക്കപ്പെടും. ഇതൊക്കെ ആലോചിച്ചിട്ട് മതി ഏതിനു പോകാൻ? വീഡിയോഗ്രാഫറായും ഫോട്ടോഗ്രാഫറായിട്ടും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ടും അതുപോലെ തന്നെ വീട്ടിലെ, അതുപോലെ തന്നെ നാട്ടിലെ പല സംഭവങ്ങളും ക്യാമറയിൽ പകർത്താനൊക്കെ പോകുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ചും മൊബൈൽ ഉണ്ടായാൽ തന്നെ എല്ലായി 8 മെഗാപിക്സൽ, 10 മെഗാപിക്സൽ, 12 മെഗാപിക്സൽ, അതാണ് എല്ലാരും കയ്യിൽ. അതുകൊണ്ട് സൂറെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. ഈ പിടിച്ചു വെച്ച ഓരോന്നിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഓരോന്നിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതിന് നമ്മൾ നൽകേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല എന്ന് സൂക്ഷിക്കുക. അത് ആണ് അതിന്റെ പ്രത്യേകത. ഇതിന്റെ ഒരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം ഹദീസിൽ തന്നെ വന്ന ഇല്ലത്താണ്. യുളാഹിഊന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിനെ അനുകരിക്കുകയാണ് അവന്റെ ക്രിയേഷനിൽ, അവന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന മഹൽ കൃത്യത്തിൽ, അള്ളാന്റെ അഫ്ആലുകളിൽ അള്ളാഹിനെ നമ്മൾ അനുകരിക്കാൻ പാടില്ല. അത് അൻ-നിദ്ദിയ്യതു ഫി തസ്വീർ, തസ്വീർ എന്ന് പറയുന്നതിൽ അള്ളാന്റെ നിദ്ദാകാനുള്ള ശ്രമമാണ്. അതിനെയാണ് ഇവിടെ എതിർത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് പിന്നീട് വന്നു ചേരുന്ന 2 കാര്യമാണ്. ഒന്ന്, അങ്ങനെ ചിത്രീകരിച്ചു വെക്കുന്നത് മഹാന്മാരുടെ രൂപങ്ങളാണെങ്കിൽ ആ രൂപങ്ങൾ ശിർക്കുൻ അക്ബറിലേക്ക് വഴി തെളിയിക്കുന്ന കാര്യമാണ്. മാനവലോകത്ത് ആദ്യമായുണ്ടായ ശിർക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന്, ശിർക്ക് മനുഷ്യലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അൽ ഗുലൂവു ഫി സ്വാലിഹീൻ, നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. മഹാന്മാരായ നല്ലവരായ ആളുകളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞുകൊണ്ടാണ്. മഹാന്മാരായ ആളുകളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞത് എങ്ങനെയാണ്? അവരുടെ സൂറ നിർമ്മിച്ചിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുലൂവു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക എന്നുള്ളതാണ് ശിർക്ക് മാനവലോകത്തേക്ക് ആദ്യമായി കടന്നു വരാനുണ്ടായ കാരണം. ആ ശിർക്ക് തന്നെ മാനവലോകത്തിലേക്ക് കടന്നു വരാനുണ്ടായ മീഡിയ അത് തസ്വീറായിരുന്നു. വദ്യ, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ അവരെ ആരാധിച്ചിരുന്ന ആളുകൾ. അത് അവയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്തു, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് വദ്ദ്, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ എന്നുള്ളവ. അവർ നല്ലവരായിരുന്നു. ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടു പോയപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, പിശാച് വന്നുകൊണ്ട് അവരോടൊപ്പം ജീവിച്ച ആ സമൂഹത്തിന് ദുഷ്പ്രേരണ നൽകുകയാണ്. അനിൻസിബൂ ഫീ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അലൈഹാ അൻസാബ, അവരിരിക്കാറുണ്ടായിരുന്ന, പതിവായി ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് അവരെ ഓർമ്മിക്കാൻ വേണ്ടി നാട്ടകൾ നാട്ടണം. ആ നാട്ടകൾ അവരെ കണ്ട തലമുറ പോയപ്പോൾ, അടുത്ത തലമുറയായപ്പോൾ പിശാച് നാട്ടമാറ്റിച്ചിട്ട് വസവ്വറൂ സുവറഹും, ഈ നാട്ട കൊണ്ട് നിങ്ങൾക്ക് വദ്ദിനെ ഓർക്കാൻ പറ്റുമോ? ഈ നാട്ട കൊണ്ട് നിങ്ങൾക്ക് സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും അനുസ്മരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് വദ്ദിന്റെ രൂപമുണ്ടാക്കൂ. അങ്ങനെ വദ്ദിന്റെ രൂപമുണ്ടാക്കി, സുവാഇന്റെ രൂപമുണ്ടാക്കി, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ളവരുടെ രൂപമുണ്ടാക്കി. പിന്നീട് ഫലമ്മാ തരസ്സഖൽ ഇൽമു ഉബിദത്,
അതൊക്കെ മഹാന്മാരായിരുന്നു, അള്ളാഹനെ മാത്രം ആരാധിച്ച നല്ലവരായ മനുഷ്യരായിരുന്നു എന്ന കാര്യം അറിയുന്ന അവരോടൊപ്പം ജീവിച്ച ആ തലമുറ തീർന്നു പോവുകയും ആ ഇൽമ് ഉയർത്തപ്പെടുകയും ചെയ്തപ്പോൾ, ഇൽമ് ദുർബലപ്പെട്ടപ്പോൾ ഈ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം, രണ്ടും അതീവ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, മാനവരാശിയിലേക്ക് ആദ്യമായി ശിർക്ക് കടന്നു വന്നത് അൽ ഗുരുവു ഫിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞുകൊണ്ടാണ് എന്നുള്ള വസ്തുതയും, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക എന്നതിന് അവരുപയോഗിച്ച മാധ്യമം, അതിനുപയോഗിച്ച മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ അത്തസ്വീർ, അവരുടെ രൂപമുണ്ടാക്കിയിട്ടാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മുതിർന്ന ആളുടെ ചിത്രം നമ്മൾ ഓർക്കാൻ വേണ്ടി വെക്കുമ്പോൾ പിശാച് പറഞ്ഞ ആ വാക്ക് തന്നെ പിശാച് ആവർത്തിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള തന്റെ ഇടം വേണം. വദ്ദിന്റെ കൂടെ ജീവിക്കാത്ത രണ്ടാമത്തെ തലമുറയോട് പറഞ്ഞത്, ഈ നാട്ട കൊണ്ട് നിങ്ങൾക്ക് വദ്ദിനെ ഓർക്കാൻ പറ്റുമോ? ഓർമ്മിക്കാൻ നിങ്ങൾ എന്ത് നന്ദിയില്ലാത്തവരാണ്. നല്ലവരായ ആളുകളെ ഒന്ന് ഓർക്കുകയെങ്കിലും വേണ്ടേ? അവരോർക്കാൻ വേണ്ടി നാട്ട മാറ്റിയിട്ട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കൂ. ആ നമ്മളെ വല്ലിപ്പാനെ നമ്മൾ ഓർക്കണ്ടേ? ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിത്രം ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് ഇന്ത്യ രാജ്യമാണ്, അത് ഈ കുലത്തിന്റെ അല്ലെങ്കിൽ ഈ ഗോത്രത്തിന്റെ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നേതാവാണ്, ആ കുടുംബത്തിന്റെ ആരാധ്യനാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തും. അതുകൊണ്ട് അത് വസീലത്തു ശിർക്കാണ്, അത് വസീലത്തു ശിർക്കാണ്. ശിർക്കിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രകടമായ, ഏറ്റവും പ്രഥമമായ മാധ്യമം വസീലയാണ് യഥാർത്ഥത്തിൽ തസ്വീർ. അതുകൊണ്ട് തന്നെയും അത് തെറ്റാണ്, അത് തെറ്റാണ്. പിന്നെ ഈ സൂറകളെയാണ് പിന്നെ ആരാധിക്കുക, അതുകൊണ്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ തസ്വീർ തീർത്തും പാടില്ലാത്തതാണ്. ലാ ജിസ്മൻ വലാ വസ്ഫൻ വകുല്ലു മുസവ്വിരിൻ ഫിന്നാർ. തുടർന്നുകൊണ്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസ് മുസന്നിഫ് റഹിമഹുല്ലാഹ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വലി മുസ്ലിമിൻ അൻ അബിൽ ഹയ്യാജ് അൽ അസദി, അബുൽ ഹയ്യാജ് അൽ അസദിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പേര് ഹയ്യാൻ ഇബ്നു ഹുസൈൻ. അബുൽ ഹയ്യാജ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, അദ്ദേഹത്തിന്റെ പേര് ഹയ്യാനാണ് ഇബ്നു ഹുസൈൻ. അദ്ദേഹം താബിഈ വര്യനാണ്, നബിയെ കണ്ടിട്ടുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞു, ഖാലലി അലിയുൻ, അലി ഇബ്നു അബി ത്വാലിബ് റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ, നാലാമത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അലാ ബഅസുക് അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു ദൗത്യത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചുവോ ആ കാര്യത്തിന് വേണ്ടി താങ്കളെ ഞാൻ ചുമതലപ്പെടുത്തട്ടെ, താങ്കളെ ഞാൻ നിയോഗിക്കട്ടെ. അബുൽ ഹയ്യാൻ അൽ അസദിയോട് അലി ഇബ്നു അബി ത്വാലിബിന്റെ ചോദ്യം അതാണ്. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ദൗത്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയോ അതേ ദൗത്യത്തിന് വേണ്ടി താങ്കളെ ഞാനും ചുമതലപ്പെടുത്തട്ടെയോ? അലി ഇബ്നു അബി ത്വാലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി എന്ന് പറയുന്ന ഈ സംഭവം യമനിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ്. യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനെ പറഞ്ഞയക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ് യമനിൽ നിന്ന് മടങ്ങി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിലാണ്, അവിടത്തേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹാ, അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹാ, ഒരു സൂറയും ഒരു ചിത്രവും നീ വിട്ടേക്കരുത്, അതിനെ ത്വംസ് ചെയ്തിട്ടല്ലാതെ, അതിനെ വികൃതമാക്കി നശിപ്പിച്ചിട്ടല്ലാതെ. സൂറ ആ വസ്തു അല്ലെങ്കിൽ ആ ജീവിയുടെ രൂപം തിരിയാതെ ആ ജീവിയെ കൃത്യമായി അനുകരിച്ചിട്ടുള്ള ആ അനുകരണം തീരുന്ന രൂപത്തിൽ അതിനെ നശിപ്പിക്കണം, എന്നിട്ടല്ലാതെ ഒരു സൂറയും വിട്ടേക്കരുത്. ഇത് പറയുമ്പോ അതിന്റെ കൂടെ തന്നെ അതിന്റെ തത്ബീഖ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് ഇപ്പണ്ട് ഇറങ്ങുക, എവിടെ സൂറ കണ്ടോ സൂറ എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കുക, ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാര് എപ്പോഴും ഉണ്ടാകും. തത്ബീഖ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അറിയാത്ത ആളുകൾ അബദ്ധങ്ങൾ വരുത്തും. പലപ്പോഴും ഞാൻ ഇടയ്ക്കിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആ കാര്യം ചെയ്യാവുന്നത് നമ്മുടെ പൂർണ്ണമായ അധികാരമുള്ള ഒരിടത്താണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ
ഇത്തരത്തിലുള്ള സൂറകൾ ആരുടേതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂറകൾ എടുത്തു മാറ്റേണ്ട ബാധ്യത അയാൾക്കുണ്ട്, ആളെ ചെയ്തിരിക്കണം, യാതൊരു സംശയമില്ല. ഇല്ല, നമ്മൾ വാപ്പാന്റെ കൂടെയാണ് ജീവിക്കണത്, നമുക്കവിടെ ഒരു റൂം മാത്രമാണ് ഉള്ളത് എങ്കിൽ വാപ്പ ഒരു പക്ഷേ ഈ കാര്യം അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ വാപ്പാനോട് ഈ കാര്യം സ്നേഹപൂർവം നസ്വഹത്തിന്റെ ഭാഷയിൽ ഉണർത്തി 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 ബോധ്യപ്പെടുത്തി എടുത്തു മാറ്റിക്കുക നാമോണ്ടേ പറ്റുള്ളൂ. അല്ലാതെ വാപ്പാനെ മറികടന്ന് കയ്യോണ്ടെടുത്തിട്ട് നശിപ്പിച്ച് വാപ്പ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത്. അവിടെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂമിൽ അത് ഇപ്പ വേണ്ട, അത് മാത്രം ഒഴിവാക്കണം. എന്നാൽ വീട്ടിൽ പൊതുവായിട്ടുള്ള കാര്യം ഒഴിവാക്കണ്ടെന്നാണോ ഞാൻ പറയണത്? അല്ല, ഒഴിവാക്കണം. പക്ഷെ അതിന്റെ രീതി വാപ്പല്ലാത്ത നേരത്തോ വാപ്പുള്ള നേരത്തോ വെല്ലുവിളിച്ചുകൊണ്ട് അത് അടിച്ചുടക്കലല്ല, മറിച്ച് വീട് വാപ്പാന്റെയാണ്, വാപ്പാന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് വാപ്പാനോട് സ്നേഹപൂർവ്വം ഇതിലുള്ള തെറ്റ് ബോധ്യപ്പെടുത്തി അത് അന്ന മോനെ നീയാണ്ട് എടുത്തിട്ടളാ. ഇതാണ് അതിന്റെ രീതി. ഇനി നമ്മൾ ഒരു റൂമിൽ ചെന്ന് വാടകയ്ക്ക് എടുക്കുകയാണ്, ലോഡ്ജാണ്. ആ ലോഡ്ജിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു സൂറ ഉണ്ട് എങ്കിൽ ആ സൂറ നമ്മളെടുത്തിട്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം മാറും. അതൊന്നും ഇതിന്റെ തത്വീയത്ത് പെട്ടതല്ല, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഒന്നുകിൽ അതില്ലാത്ത സൂറ ഇല്ലാത്തടത്തേക്ക് പോവുക, അല്ലെങ്കിൽ അത് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ മറച്ചു വെക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ അധികാര പരിധിയിൽ പെടാത്ത ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി മുതിരേണ്ടതില്ല. അധികാര പരിധിയിൽ ഈ അടിച്ചുടക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ആൽബത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്തിട്ടു. അതാണ് അതിന്റെ വൈരുദ്ധ്യം. എന്നാൽ വേറെന്നോലെ മുമ്പാകെയാണ് ഇവരിത് കാട്ടിക്കൂട്ടുക. ഈ കാട്ടിക്കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രകടനപരതകൾ, ഷോ ഓഫ്, അതിവിടെ ഉദ്ദേശിക്കപ്പെടുന്നേ ഇല്ല. നമ്മുടെ അധികാരത്തിൽപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഭാര്യ നമ്മൾ കല്യാണം കഴിഞ്ഞ് അന്ന് എടുത്തൊരു സൂറുണ്ട്, അന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധവാനായിരുന്നില്ല, അതൊന്നും ആരാധിക്കപ്പെടുന്ന ഒരു വസ്തു കല്ലുകൊണ്ടുണ്ടാക്കണതല്ലേ ഈ പറഞ്ഞത് എന്ന മതത്തിലായിരുന്നു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്നാൽ വീട്ടിൽ ചെന്നാൽ ഇനി ഭാര്യനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ഒക്കെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ വെല്ലുവിളിച്ചിട്ടല്ല, വളരെ സൗമ്യമായിട്ട് ഭാര്യയോട്, കാരണം അവരും അത് എടുത്തു നോക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കാര്യം സൂക്ഷിക്കാൻ വയ്യ, ഞാനത് നശിപ്പിക്കുകയാണ്. അത് ഉറച്ച ഭാഷയാണ്, അതിന് യാതൊരു സംശയമല്ല. അതെടുക്കണം, നശിപ്പിക്കണം. എന്നാൽ ജ്യേഷ്ഠന്റെതോ കാണാതെ അവന്റെ ഷെൽഫ് എടുത്തിട്ടോ ഈ കാര്യം ഒന്നും തലയിൽ കയറിയിട്ടുള്ള ആളല്ലെങ്കിൽ നമ്മളെടുത്ത് നശിപ്പിക്കണോ? ഇല്ല, അവനോട് സൗമ്യമായിട്ട് ഈ കാര്യം പറയണം, എന്നിട്ട് അവനെ ബോധ്യപ്പെട്ട് അവൻ നശിപ്പിക്കണം. അതിന് നമുക്ക് അത്ര അധികാരമുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിധിയിൽപ്പെട്ടിടത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹ, ഏതൊരു രൂപമുണ്ടോ ചിത്രമുണ്ടോ അതിനെ നീ തംസ ചെയ്യണം, അതിനെ നീ മായ്ച്ച് നശിപ്പിച്ചു കളയണം. അതുപോലെ തന്നെ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഭൂമിയിൽ നിന്നും പൊങ്ങി നിൽക്കുക എന്നുള്ളത് അതിന്റെ വാക്കർത്താണ്. ആ വാക്കർത്ഥത്തിൽ കവിഞ്ഞൊരർത്ഥം അതിനുണ്ട്. എന്താണ് അർത്ഥം? ഖബർ മുശ്രിഫ്, സാധാരണ ഖബറുകളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന, മുതമയ്യിസായി നിൽക്കുന്ന ഏതൊരു ഖബറും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും. ഒരു മഖ്ബറയിൽ ചെല്ലുമ്പോ എല്ലാ ഖബറും ഒരേ മാതിരിയാണ്. കാരണം അൽ അർളു ലാ തുഫർരിഖു ബൈന അളീമിൻ വഹഖീർ, ഈ ഭൂമി ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റെടുക്കുന്ന, നമ്മളെ വിഴുങ്ങുന്ന ഈ ഭൂമി, ലാ തുഫർരിഖ്, ഈ ഭൂമിക്കൊരു വ്യത്യാസമല്ല. ഉള്ളവനും ഇല്ലാത്തവനും, പണക്കാരനും പണിക്കാരനും, അടിമയും ഉടമയും തമ്മിൽ ഒരു വ്യത്യാസവും ഈ ഭൂമിക്കില്ല. എല്ലാവരും ആ ഭൂമിയിൽ സമാണ്. എല്ലാവരും അതിൽ കിടക്കുന്നത് തലയണ വെക്കാതെ തന്നെയാണ്, യാതൊരു വ്യത്യാസമല്ല. അവിടെ ഏതെങ്കിലും ഒരു ഖബറ് മാത്രം പ്രത്യേക രൂപത്തിൽ ഉയർത്തിക്കെട്ടി അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ അലങ്കരിച്ച ഖബറുകൾ അത് മുശ്രിഫത്തായ ഖബറുകളാണ്. അലങ്കാരങ്ങൾ ഒഴിവാക്കണം. കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തിയിട്ടുള്ള ഉയർത്തൽ മുശ്രിഫത്താണ്. അതിനെ തസ്വിയത്ത് ചെയ്യണം, മറ്റ് ഖബറുകളെപ്പോലെ സമപ്പെടുത്തണം. അതാ തസ്വിയത്ത്. ഒന്ന് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഖബറുണ്ടാകാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പോകുമ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അബുൽ ഹയ്യാൻ ഇബ്നു ഹുസൈൻ അൽ അസദി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഖബറുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ നേരെ എതിരുകളാണ് ഇന്ന് ഖബറുകൾ. ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട ഒരു സംഗതിയാണ്.
ഏതെങ്കിലും ഒരു ഖബർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന രൂപത്തിൽ കെട്ടിപ്പൊക്കുകയോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയോ അവിടത്തേക്ക് ആളുകൾ പ്രത്യേകമായി വരികയോ അവിടത്തേക്ക് നേർച്ചകൾ കൊണ്ടുവരികയോ അവിടെ പിന്നെ പാനീസ് കത്തിച്ചു വെക്കുകയോ അവിടത്തേക്ക് വഖഫുകൾ ചെയ്യുകയോ അതിന് പരിചാരകരായി ആളെ നിർത്തുകയോ ഒന്നുമേ പാടില്ലാത്തതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള എത്ര ഖബറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കരുത്, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത്. ഇന്ന് നമ്മള് സാധാരണ 5 വഖത്ത് നമസ്കരിക്കാത്ത ആളുകൾ ആഴ്ചയിലൊരിക്കൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഖബർ ഉണ്ടാകും, അറിയപ്പെട്ട ഒരു ഖബർ, ഒരു മസ്ജിദ്, ഒരു ജാറം, ആ ജാറത്തിന്റെ പോയിട്ട് ആള് നിസ്കരിക്കുള്ളൂ. ളുഹറില്ല, അസറില്ല, 7 ദിവസമല്ല, 7ാമത്തെ ദിവസം ആഴ്ചയിലൊരിക്കൽ മൂപ്പർ അവിടെ നിന്ന് പോയിട്ട് ഒരു നിസ്കാരം നിസ്കരിച്ചു പോരും. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും പല പള്ളികളിലും, പ്രത്യേകിച്ച് പഴയ കാലത്തുണ്ടാക്കിയ പള്ളികൾ മഖ്ബറയുടെ മധ്യത്തിലാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയ പള്ളിയുടെ ചുറ്റും മഖ്ബറകൾ പിന്നീട് വന്നു ചേർന്നു. എന്നിട്ട് നമസ്കരിക്കുമ്പോൾ ഖിബലക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഖബറാണ്. ഖബറിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. ലാ തുസല്ലു ഇലൽ ഖുബൂർ, റസൂലുള്ളാഹി പറഞ്ഞു ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയിട്ടുള്ള കാര്യമാണ് ഖബറുകൾ ആരാധനയുടെ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമാക്കാൻ പാടില്ല. ഖബറും അള്ളാഹ്ക്കുള്ള ഇബാദത്തും ഒരിടത്ത് ഒത്തുചേരില്ല എന്നത് ഇസ്ലാമിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഖാഇദയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അസുലാണത്. പക്ഷേ എവിടെ ഒരു ഖബറുണ്ടോ ആ ഖബറിന്റെ അടുക്കലാണ് പിന്നെ ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ഓരോരോ ഇവിടുത്തെ വലിയ വലിയ ചില ആളുകൾ അവർക്ക് പ്രായമാകുമ്പോ അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? അവരെ മറവ് ചെയ്യുന്നിടത്ത് ഒരു ഖബറുണ്ടാക്കും, അല്ല പിന്നെ പള്ളി ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിനോട് ചേർന്ന് എനിക്കൊരു ഖബറുണ്ടാക്കി. ഇതാണ് പരിപാടി. ഇങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇബാദത്തുല്ലാഹ് എന്നുള്ളത് ഖബറുമായിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന, സംഗമിക്കുന്ന പ്രശ്നമില്ല ഇസ്ലാമിൽ. അത് പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഖബറിന്മേൽ വിളക്ക് കത്തിച്ചു വെക്കുന്നത്, അവിടത്തേക്ക് വഖഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളക്കി. ഇന്നാണെങ്കിൽ നിങ്ങളൊരു കേരളം എന്ന് പറയുന്ന ഈ സ്ട്രിപ്പ് തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ എത്ര ഇത്തരത്തിലുള്ള ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ അവിടെ ആളുകൾ വന്നു പോവുകയും അവിടെ ആളുകൾ സമ്മേളിക്കുകയും അവിടെ ആഘോഷം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് അവിടുന്ന് വിലക്കി. ഇന്നതില്ലേ എത്രയെത്ര മസ്ജിദുകൾ, എത്രയെത്ര ജാറങ്ങൾ, വാർഷിക ഉറൂസ്, മാസത്തിൽ നടക്കുന്ന ഉറൂസ്, ആഴ്ചയിൽ നടക്കുന്ന യോഗങ്ങൾ, ഇങ്ങനെയുള്ള ഈദുകൾ എത്രയെത്രയാണ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഒരു ഖബർ അത് മറ്റൊരു ഖബറിൽ നിന്ന് വേറിട്ട് നിൽക്കാത്ത വിധം സമമായിരിക്കണം എന്നുള്ളതാണ്. ഒരു സഹാബി വര്യനായ ഫളാല അദ്ദേഹം പറയുന്നു, എന്താണ് കുന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് സുമാമത്ത് ബിൻ ശുഫൈ അദ്ദേഹം പറയുന്നു, കുന്ന മഅ ഫളാല ഇബ്നു ഉബൈദ്, ഞങ്ങൾ ഫളാലത്ത് ഇബ്നു ഉബൈദിന്റെ കൂടെ ജിഹാദിന് വേണ്ടി പോയ ഒരു സമയമാണ്. ഏത് റോമാ സാമ്രാജ്യത്തിനകത്താണ് ഞങ്ങളുള്ളത്. ബിഅർളിർ റൂം ഫതൂഫിയ സാഹിബുൻ ലനാ, ആ സന്ദർഭത്തിൽ റോമിൽ വെച്ച് ഞങ്ങളുടെ ഒരു സാഹിബ് മരണപ്പെട്ടു പോവുകയുണ്ടായി. ഫഅമറ ഫളാലതു ബിഖബ്രിഹി ഫസുവി, അങ്ങനെ ഫളാല റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഖബർ പ്രത്യേകമായി തിരിച്ചറിയാത്ത വിധം സമമാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ശരിപ്പെടുത്തി. സുമ്മ ഖാല, അങ്ങനെ ഖബറിനെ സാധാരണ പോലെ ശരിപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിതസ്വിയതിഹാ, ഖബറുകളെ ഉയർത്തിക്കെട്ടാതെ ഭൂമിയോട് നിരപ്പിനോട് സമമാക്കി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആജ്ഞാപിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മഹത്വം കൂടുന്നതിനനുസരിച്ച് കെട്ടിപ്പൊക്കണം, അവിടെ സിമന്റ് ഇടണം, അവിടെ പിന്നെ അതിന്റെ മുകളിൽ എടുപ്പ് വേണം, പിന്നെ അതിന്റെ ചുറ്റും വലിയ പള്ളി വേണം, പിന്നെ അവിടെ നേർച്ച വേണം, പിന്നെ അവിടെ ആഘോഷം വേണം, അതിന് പൂജാരികൾ വേണം, അവിടത്തേക്ക് വഖഫ് നൽകണം. എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിന്മേൽ ഖുബ്ബയുണ്ടാക്കും എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്സീസുൽ ഖബർ വയുഖാദ അലൈഹി വയുബ്ന അലൈഹി, ഖബർ കുമ്മായം പൂശുന്നതോ അല്ലെങ്കിൽ അതിന്മേൽ എടുപ്പുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഖബറിന്മേൽ കയറിയിരിക്കുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. ഈ ഹദീസിൽ ഒരേപോലെ പറഞ്ഞില് ഇരിക്കുന്നത് മാത്രമേ ഇപ്പൊ വിലക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുമ്മായം സിമന്റ് ഇട്ട് കുമ്മായം പൂശും, കുമ്മായത്തെക്കാളും നല്ല 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 പെയിന്റ് പൂശും, പച്ച പെയിന്റ് പൂശും.
ചിലപ്പോൾ ഭരിക്കുന്ന കക്ഷിക്കനുസരിച്ചിട്ട് പെയിന്റ് മാറുന്നതും ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. വഴിയോരത്തൊക്കെ ഉള്ള ചിലത് കാണാൻ കുറെ കാലം പച്ച ഉണ്ടാകും, പിന്നെ കുറെ കാലം ചോപ്പടിക്കും. എന്താണ് ഇതിന്റെ? ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തോന്നുന്നത് എന്താ ഭരിക്കുന്ന മുന്നണിക്കനുസരിച്ചിട്ടാണ് ഇതിന്റെ പെയിന്റ് മാറുന്നത്. അങ്ങനെയുള്ളത് ഉണ്ടാകും. അത് കെട്ടിപ്പൊക്കും, സിമന്റ് ഇടും, കുമ്മായം തേക്കും, പെയിന്റ് അടിക്കും, പഴക്കത്തിച്ചു വെക്കും, അവിടെ നേർച്ച വഴിപാടുകൾ വാങ്ങും, അതിന്റെ പൂജാരികളെ നിശ്ചയിക്കും, എല്ലാം ഉണ്ടായി തീർന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിന്മേൽ എന്നും എഴുതി വെക്കരുത് എന്നുള്ളത്. ഇന്ന് ഖബറുമ്മേ എഴുതി വെച്ചിട്ട് എന്തൊക്കെയാണ്? ഇന്ന ഇന്ന ഔലിയയുടെ മർഖദ് നബ്ബറല്ലാഹു മർഖദ പേരൊക്കെ എഴുതി പലതരം കാലിഗ്രാഫികളിൽ പലതരത്തിലുള്ള മനോഹരമായ ലിപികളിൽ എഴുതിയിട്ട് പലതും എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഉള്ള റിവായത്തിൽ നഹാ യുജസ്സസുൽ ഖബർ ഔ യുക്തബ അലൈഹി ഔ യുസാദ അലൈഹി, ഖബറ് അതിൽ കുമ്മായം പൂശുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തുകൾ അതിന്മേൽ എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഖബറിൽ നിന്നെടുത്ത മണ്ണിലധികം മണ്ണതിലേക്ക് ചേർത്തുയർത്തുന്നത് റസൂലുള്ളാഹി വിലക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നഖഈ കാനൂ യക്റഹൂനൽ ആജറ അലാ ഖുബൂരിഹിം, ഖബറിൽ ആജുർ ഇഷ്ടികകൾ വെക്കുന്നത്, അതിന്റെ മുകളിൽ ഇഷ്ടിക വെക്കുന്നത് അവര് ഹറാമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ആ ഖബറിൽ നിന്നെടുത്ത മണ്ണല്ല അത്. ആ ഖബർ മൂടാൻ അതിൽ നിന്നെടുത്ത മണ്ണ് മാത്രമേ ഉപയോഗിക്കാവൂ. അതിലപ്പുറം മണ്ണ് ചേർക്കുന്നത് അല്ലെങ്കിൽ വസ്തുക്കൾ ചേർക്കുന്നത് ഖബർ ഉയരുന്നതിന് കാരണമായി തീരും. അത് പാടില്ലെന്നാണ് താബിഈവര്യന്മാരായ ആളുകൾ കണക്ക് കൂട്ടിയിരുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മൊത്തം ഏതിലേക്കാണ് പോകുന്നത്? തൗഹീദിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ശിർക്കിന്റെ മദാഹിറുകളിലേക്കാണ് പോകുന്നത്. ഷിർക്കിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന വസായിലുകളാണ് ഈ കാര്യങ്ങളൊക്കെ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് വളരെ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഹദീസ്. ഒരു കാലത്ത് കവലകളിൽ ഓരോ കവലയിലും മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസാണ്. അൻ അബിൽ ഹയ്യാജിൽ അസദി قال لي علي بن أبي طالب رضي الله عنه ألا أبعثك على ما بعثني عليه رسول الله ألا تدع تمثالا إلا طمسته ولا قبرا مشرفا إلا سويته ألا تدع صورة إلا طمسته ولا قبرا مشرفا إلا سويته. ഇത് കേരളത്തിന്റെ നാൽക്കവലകളിൽ ശരിക്ക് മൈക്ക് കെട്ടി പ്രസംഗിക്കുക, അതൊരു രക്തത്തിൽ കലർന്നിട്ടുള്ള ഒരു ആവേശമായിരുന്നു ഒരു കാലം. അതിൽ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ മുഫ്രദാത്ത് നോക്കൂ നിങ്ങൾ. ആദ്യം പറഞ്ഞത് ഖബറാണ്. ആദ്യം പറഞ്ഞത് ഖബറല്ല, രണ്ടാമതാണ് ഖബർ പറഞ്ഞത്. ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞു പോകും, ആ വാക്കിന് അർത്ഥമില്ലാത്ത പോലെ രണ്ടാമത് പറഞ്ഞതിൽ മാത്രം തങ്ങി നിൽക്കുകയും ചെയ്യുമായിരുന്നു. അലി ബിൻ അബി താലിബ് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചുമതലപ്പെടുത്തി അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ദൗത്യമുണ്ട്, ആ ദൗത്യം നിന്നെ ഞാൻ ഏൽപ്പിക്കട്ടെ, അതിന് ഞാൻ നിന്നെ ചുമതലപ്പെടുത്തട്ടെ എന്ന്. എന്താണത് ആ ചുമതല? രണ്ട് കാര്യമാണ് പറയുന്നത്. അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹു, ഒരു ചിത്രമുണ്ടോ അതിനെ നീ നശിപ്പിക്കണം, നശിപ്പിക്കാതെ നീ വിട്ടേക്കരുത്. ആ സൂറയെക്കുറിച്ച് ഒരു വാക്ക് പോലും ചർച്ചക്കെടുക്കൂല. ഒറ്റ അവിടെ പറയും, അന്ന് അർത്ഥം പറയും, ആ സൂറത്തൻ എന്ന് പറഞ്ഞിടത്ത് ഒരു ബിംബവും നീ തകർക്കാതെ പോകരുത്. എടാ ബിംബം മാത്രമല്ല, സൂറ, എല്ലാ തരം സൂറകളും. ഇതിൽ നിന്ന് ആകെ ഒഴിവുള്ള സൂറ എന്ന് പറഞ്ഞാൽ നെറൂറത്ത് കൊണ്ട്, അത് നെറൂറത്ത് കൊണ്ട് നമുക്ക് റുഖ്സ കിട്ടുന്നത് ഇസ്ബാത്തിന് വേണ്ടി, ഇസ്ബാത്തു ഹബിയ, നമ്മുടെ ഐഡന്റിറ്റി പോലുള്ള കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി സർക്കാർ നമ്മുടെ മേൽ ചുമത്തുന്ന നിർബന്ധമായി എടുക്കേണ്ടി വരുന്ന ഈ ഫോട്ടോഗ്രാഫി മാത്രം ഒഴിവുണ്ടെങ്കിൽ ഒഴിവുണ്ട്. ആ കാര്യം തന്നെ ഒരു നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നു, ബാക്കി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇതേ ചെയ്യാവുള്ളൂ. അത്രയും ഗൗരവമുള്ള ഒരു കാര്യം. അത് വായിക്കാനിട്ടല്ല, ഈ ഹദീസൊന്നും പുതിയതല്ല, പക്ഷെ വായിച്ചിട്ട് ഒരു മുൻവിധി മനസ്സിലുള്ളതുകൊണ്ട് അതിമന്ന് അങ്ങനെ ചാടിക്കളക്കും, അത് ബിംബാണ് എന്ന് പറഞ്ഞിട്ടാണ് പോകും. എന്നിട്ട് ഖബറിന്റെ വിഷയം കാര്യമായിട്ടെടുക്കും. ഖബറിന്റെ വിഷയം എത്ര കണ്ട് ഗൗരവതരമാണോ, ഒരു ഖബർ കെട്ടിപ്പൊക്കുന്നത്, ഒരു ഖബറിന്മേൽ പള്ളി കഴിപ്പിക്കുന്നത്, ഒരു ഖബറിന് പൂജാരിയെ വെക്കുന്നത്, ഒരു ഖബറിലേക്ക് വഖഫ് നടത്തുന്നത്, ഒരു ഖബറിലേക്ക് ആളുകൾ സ്ഥിരമായി വന്നിട്ട് പ്രത്യേക സമയങ്ങളിൽ അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്, അവിടെ നേർച്ചകൾ ഉണ്ടാക്കുന്നത്, ഉറൂസ് കഴിക്കുന്നത് ഒക്കെ ഏതു പ്രകാരം തെറ്റാണോ അതിനേക്കാൾ ആദ്യമായി തെറ്റായ കാര്യമാണ് എല്ലാ സൂറകളും. നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോ
നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കാരണവരുടെ സൂറ കേറുന്നിടത്ത് മെയിൻ വാതിലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ വെച്ച ആളുകൾ ഈ ഹദീസിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ആ വീട് അവനവന്റേതാണെങ്കിൽ, അവനവനതിൽ നിയന്ത്രണമുണ്ട് എങ്കിൽ ആ സൂറ താഴെ ഇറക്കി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ വരക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദഅവത്തിന്റെ ഒരു മാധ്യമമായിട്ട് പോലും സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണമെങ്കിൽ തസ്വീർ അതുണ്ടാക്കിയേ പറ്റുള്ളൂ. നേരെ എല്ലാം തല കുത്തനെയായി പോകുന്ന ഒരു കാര്യമാണ്. തസ്വീർ എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ സ്വർഗവും നരകവും വരെ ചിത്രങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നിടത്തേക്ക് എത്തി. സ്വർഗവും നരകമൊക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നിടത്തേക്ക് എത്തി. യുളാഹിഊന ബിഖൽഖില്ലാഹ് അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ. ഇങ്ങനെ എത്ര ഒരു അത്ഭുതമാണ് ഈ കാര്യം. പക്ഷേ ഈ സൂറയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലും ഗൗരവപൂർവ്വം അത് ചിന്തിക്കുന്നില്ല. വളരെ അത്യാവശ്യത്തിന് ലറൂറത്തിന്റെ പേരിൽ ഐഡന്റിറ്റി കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ട് പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു സൂറ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അല്ലാഹ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നേക്കാം എന്ന് പ്രത്യാശിക്കാനും ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും അതൊരു ഇൽത്തിറാറിന്റെ ബാബിൽപ്പെടും എന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ. അല്ലാത്ത മറ്റ് സൂറകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, എല്ലാം ഉൾപ്പെടുന്ന കാര്യമാണ്. ഇത് അവസാനം വലിയ ശിർക്കുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഖബറ് അവിടുന്ന് വിട്ടു. ഇന്നിപ്പോ ഖബറിലുള്ള ആളോട് നേരെ വലിയ ശിർക്കിലേക്ക് എത്തിയില്ലേ? ഖബറിലുള്ള ആൾക്ക് വേണ്ടി നേർച്ച നേരും, ഖബറിലുള്ള ആളോട് പോയിട്ട് ഇസ്തിഗാസ നടത്തും. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ വേണ്ടി ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാനോട് ചോദിക്കും, ദുആ ചെയ്യും. അങ്ങനെ ശിർക്കുൻ അക്ബറിലേക്ക് തന്നെ ഇന്ന് കാര്യങ്ങൾ എത്തിപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് നിര്യാതനായ ഉടനെ സ്വഹാബത്തിന്റെ രീതി എന്തായിരുന്നു? സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഖബറിന് തിരിഞ്ഞിട്ട് ഖബറിന് അഭിമുഖമായിട്ട് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്തെങ്കിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് തിരിഞ്ഞിട്ടല്ല അവർ ദുആ ചെയ്തിരുന്നത്. ഇമാം മാലിക് റിവായത്ത് ചെയ്യുന്നുണ്ട്, അവർ ദുആ എന്നുള്ളത് ഒരു ഇബാദത്താകയാൽ അത് ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട്, അഥവാ റസൂലുള്ളാഹിന്റെ ഖബറിന് നേരെ വിപരീതമായ ദിശയിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അവർ ദുആ ചെയ്തിരുന്നത്. ഇന്നോ ഖബറാളിനോട് തന്നെ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. ഇത്രയും വലിയ അപകടത്തിലേക്ക് എത്തി. അതേപോലെ സൂറ എന്നുള്ളത് എന്തിനും സൂറയായി, എല്ലാത്തിനും സൂറയായി. അവസാനം ചിത്രം പോയി 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 ഖുർആനും ഹദീസും പഠിപ്പിക്കണമെങ്കിൽ അതിന് പോലും സൂറ വേണം. ഒരാളത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദാഴിയാകണമെങ്കിൽ ആ ദാഴിയുടെ പല പോസിലുള്ള ചിത്രങ്ങൾ വലിയ ബാനറിൽ, നിങ്ങളൊന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വേണ്ട, ഒരു ജില്ല ഒന്ന് കവർ ചെയ്ത് നോക്കി, എത്ര വാർത്തവിമാരാണ് അവര് ഏതെല്ലാം പോസിലുള്ള ചിത്രങ്ങളാണ് വലിയ ഫ്ലക്സിൽ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെയാണ് ഇസ്ലാം ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. ഈ ഹദീസ് ഒന്ന് കണ്ടിട്ട് പോരെ? അത് ഏതാണെങ്കിലും ശരി, ഫീഹി മസാഇൽ. ഈ അധ്യായം ഇത്രയും തെളിവുകൾ ഉദ്ധരിച്ചതിന് ശേഷം മുസന്നിഫ് റഹിമഹുല്ലാഹ് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന മസലകൾ ഇതാണ്. ഒന്ന്, അത്തഗ്ലീമു ശദീദു ഫിൽ മുസവ്വിരീൻ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ജിസ്മൻ കാനത് ഔ വസ്ഫാ, അത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഡയമെൻഷനലായിട്ടുള്ള രൂപങ്ങളാകട്ടെ, അതല്ല വർണ്ണവും മഷിയും അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ക്യാൻവാസിൽ വരയ്ക്കുന്ന വരകളാകട്ടെ, ഏത് തരത്തിലുള്ള സൂറയാണെങ്കിലും അത് ആ സൂറ ഉണ്ടാക്കുന്നവരെ കുറിച്ച് വളരെ കർക്കശമായ ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശമായ ഭാഷയിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ കാർക്കശ്യം ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഒന്ന്, വമൻ അദ്ലം, അവരെക്കാൾ വലിയ അക്രമി ആരെങ്കിലും ഉണ്ടോ? ആരുമേ ഇല്ല. അശദ്ദുന്നാസി അലാബൻ, രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഓരോ സൂറക്കും ഓരോ നഫ്സ് അയാൾക്ക് നൽകിയിട്ട് ഓരോ സൂറയുടെയും പേരിൽ ഓരോ നഫ്സിനെയായി അയാൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളത്. നാലാമത്തേത്, നീ സൂറ ഉണ്ടാക്കിയല്ലോ, ആത്മാവും കൂടി അതിലേക്ക് നീ ഊതു എന്ന് പറയും, അയാൾക്ക് ഊതാൻ കഴിയില്ല. അങ്ങനെ അയാളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും, അയാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത്. ഇതെല്ലാം തഗ്ലീദിനുള്ള ഉദാഹരണമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശദ്ദുന്നാസി അദാബൻ
ഇപ്പൊ നിങ്ങൾക്ക് അത് വരില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഈ സംശയം മനസ്സിൽ വരും. അന്ന് ഞാനത് കവർ ചെയ്തില്ല എന്ന് വരാതിരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. എന്നാൽ ഇത് വസീലത്തു ഷിർക്ക്, ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷിർക്കുൻ അസ്ഗറാണ്. അതുകൊണ്ടാണ് ആ ഷിർക്കുൻ അസ്ഗറിന്റെ ബാബിൽപ്പെട്ടത് കൊണ്ട് കൂടിയാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായം ഇതിൽ ചേർത്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ അശദ്ദുന്നാസി അദാബൻ, ജനങ്ങളിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നത് ഇവരാണെങ്കിൽ അപ്പൊ പിന്നെ ഷിർക്കുൻ അക്ബർ ചെയ്യുന്ന മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകൾക്കോ എന്നൊരു സംശയം അവിടെ ഉണ്ടാകും. അശദ്ദുന്നാസ് ഇവരാകുമ്പോ അപ്പൊ ഈ അശദ്ദുന്നാസിന്റെ അർത്ഥം എന്താണ്? ആ അശദ്ദുന്നാസിന്റെ അർത്ഥം ഇവരാണ് ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നവർ, അതിന് താഴെയാണ് മുശ്രിക്കുകളും കാഫിരീങ്ങളും എന്നാണോ? അല്ല. അതെവിടുന്നാ കിട്ടുക? എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒരു ഹദീസ് അതിന്റെ ഫിഖ്ഹ്, അതിലെ ശരിയായ ഗഹനമായ അതിലെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതിന്റെ അൽഫാലുകൾ നമ്മൾ ശേഖരിക്കുമ്പോഴാണ്. വ്യത്യസ്തമായ പദങ്ങളിൽ പാഠഭേദങ്ങളോടുകൂടി അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പാഠഭേദങ്ങൾ നമ്മൾ ശേഖരിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ യതബയ്യനു ഫിഖ്ഹുഹു, ആ ഹദീസിന്റെ ഫിഖ്ഹ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തെളിഞ്ഞു വരും. ഇതിന്റെ വ്യത്യസ്തങ്ങളായ പദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കടുത്ത ശിക്ഷ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവർ. അപ്പോ ശിർക്കും കുഫറും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്നു. ആ കടുത്ത ശിക്ഷയിൽ നൽകപ്പെടുന്നവ കൂട്ടത്തിൽ ആ ഇനം ആളുകളിൽ ഒരിനം ഇവരാണ്. ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതില് ഷിർക്കിലേക്കുള്ള വസീലയുണ്ട്. ഇത് ചിലപ്പോൾ നേർക്ക് നേരെ തന്നെ ഷിർക്ക് തന്നെ രൂപത്തെ തന്നെയായിരിക്കാം ഇയാൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ അത് ഷിർക്ക് തന്നെയാകുന്നു, അതിന് സഹായമായി തീരുന്നു. അതുപോലെ തന്നെ ഇനി അതൊന്നുമില്ലെങ്കിൽ അന്നിത്യത്തു ഫി തസ്വീർ, തസ്വീറിലുള്ള നിത്യത്തിലേക്ക് അത് പോകുന്നു. ഷിർക്ക് അസ്ഗറെങ്കിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടമാളുകൾ അവർ ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്ന വിഭാഗങ്ങളിൽ ഒരുത്തരാണ്. മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ. അത് നമുക്ക് മനസ്സിലാകേണ്ടത് ഹദീസിന്റെ വ്യത്യസ്തങ്ങളായ അൽഫാളുകൾ, പാഠഭേദങ്ങൾ നമ്മൾ ഒരുമിച്ച് എല്ലാം ശേഖരിച്ച് അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ മസല അത്താരിയത്തു അത്തൻബീഹു അലൽ ഇല്ലഹ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വറളിയ അൻഹു അദ്ദേഹം ഈ കാര്യം ഇവിടെ ഇസ്തിംബാത്ത് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തസ്വീർ നടത്തുന്നതിനെ അള്ളാഹു ഇത്രത്തോളം ഗുരുതരമായ തെറ്റായി താക്കീത് ചെയ്തത്? അതിനുള്ള കാരണം എന്താണ്? ആ കാരണം ഹദീസിൽ ഉണർത്തിയിട്ടുണ്ട്. വഹുവ തർക്കുൽ അദബ് മഅല്ലാഹ് ലിഖൗലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും ഒരു വഖാർ മനസ്സിലുള്ള ഒരാൾ ഒരിക്കലും അതിന് മുതിരില്ല. അല്ലാഹുവോട് പുലർത്തേണ്ടതായ അദബ് അയാൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിപ്പ് ചെയ്യുന്നു, അത് അവന്റെ മാത്രം അഫ്ആലുകളിൽപ്പെട്ടതാണ്. എന്നാൽ അതിനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതോ അവനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത സൂഉൽ അദബ്, ഏറ്റവും മോശമായ അദബാണ്. അതാണ് ഒന്നാമത്തെ കാരണം. ആ കാരണം ഇവിടെ വിശദീകരിച്ചു. വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി. ഞാൻ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഞാൻ തസ്വീർ നടത്തിയതിനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുവനേക്കാൾ കടുത്ത അതിക്രമി മറ്റാരുണ്ട്? അവനേക്കാൾ വലിയ അതിക്രമി വേറെയില്ല. അതാണ് കാരണം. അള്ളാന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കുക എന്നുള്ളതാണ്. അസ്സാലിസത്തു, മൂന്നാമത്തേത് അത്തംബീഹു അലാ ഖുദ്റതിഹി വഅജ്സിഹിം. അവർക്ക് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല, അള്ളാഹ്ക്ക് എല്ലാം സൃഷ്ടിക്കാനും കഴിയും. അള്ളാഹ് എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നും എന്നാൽ അവർക്ക് ഒന്നിനുമേ കഴിവില്ലാത്തവരാണ് എന്നുമുള്ള കാര്യം അവിടെ ഉണർത്തി. അതിൽ ഖൗലിഹി, ഹദീസിൽ വന്ന വചനം فَلْيَخْلُقُوا ذَرَّةً أَوْ حَبَّةً أَوْ شَعِيرًا. അവർക്ക് സാധിക്കുമെങ്കിൽ ആത്മാവുള്ള ജീവികളിൽ ചെറിയൊരു ജീവിയായ ദർറ, ആ കറുത്ത ഉറുമ്പിനെയെങ്കിലും സൃഷ്ടിക്കട്ടെ. അതല്ലെങ്കിൽ വളരാനുള്ള ക്ഷമതയുള്ള ഒരു ധാന്യം, ഒരു വിത്ത്, അതെങ്കിലും സൃഷ്ടിക്കട്ടെ. അല്ലെങ്കിൽ വളരുന്ന ഒരു ചോളത്തിന്റെ ചെടി, ഒരു ബാർലിയുടെ ചെടി, അതെങ്കിലും അവർ സൃഷ്ടിക്കട്ടെ. ഒന്നിനും അവർക്ക് സാധ്യമല്ല. ഒരു തരത്തിലുള്ള സൃഷ്ടിയെയും അവർക്കുണ്ടാക്കാൻ സാധ്യമല്ല. പിന്നെ അതിന്റെ ഒരു ശക്ല്, രൂപം മാത്രം അനുകരിക്കുക,
അങ്ങനെ അള്ളാനെ അവന്റെ തസ്വീറിൽ നിങ്ങൾ അനുകരിക്കുന്നത് അവനോട് കാണിക്കുന്ന സൂഉല്ലദബാണ്, അത് മുലാഹാത്താണ്, അത് നിത്തിയ ഫി തസ്വീർ, തസ്വീറിൽ അവനോട് സമത്വം നടിക്കാനുള്ള ഭാവമാണ്. അതാണ് അതിന്റെ തെറ്റായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ കാരണം നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ ആകെ അറിയുന്നത് അത് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാണ്, അതുകൊണ്ടാണ്. ആരാധിക്കപ്പെടുന്ന വിഗ്രഹം കൊത്തിണ്ടാക്കുന്നത് തെറ്റാണ്, അല്ലാത്തതിന്റെ ഒരു പ്രശ്നമല്ല എന്നുള്ളിടത്താണ്. അർറാബിഅത്തു, നാലാമത്തെ മസ്അല അത്തസ്രീഹു ബിഅന്നഹും അശദ്ദുന്നാസി അദാബൻ, അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്ന ആളുകൾ എന്നത് വ്യക്തമായി പറഞ്ഞു. അവിടെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം, ഏറ്റവും കടുത്ത ശിക്ഷ നൽകപ്പെടുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടരാണ് ഇവർ. കാരണം ഹദീസിന്റെ മറ്റേ ലഫ്സ് ഞാൻ ഉദ്ധരിച്ചു, മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ. അഞ്ചാമത്തേത് അന്നല്ലാഹ യഖ്ലുഖു ബിഅദദി കുല്ലി സൂറത്തിൻ നഫ്സൻ യുഅല്ലബു ബിഹൽ മുസവ്വിറു ഫീ ജഹന്നം. അയാൾക്ക് നൽകപ്പെടുന്ന ഒരു മുസവ്വിറിന് നൽകപ്പെടുന്ന ശിക്ഷ എന്താണ്? അയാൾ എത്ര രൂപങ്ങൾ ഉണ്ടാക്കിയോ, എത്ര സൂറകൾ ഉണ്ടാക്കിയോ അത്രയും നഫ്സ് അള്ളാഹു അയാൾക്കുണ്ടാക്കും. ഓരോ സൂറക്കും അഭിമുഖമായി അദ്ദേഹത്തിന്റെ ഓരോ നഫ്സിന്, ഓരോ ആത്മാവിന് നരകത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷ നൽകിക്കൊണ്ടിരിക്കും. വളരെ സൂക്ഷിച്ചുകൊള്ളുക, ചിത്രം പിടിക്കുന്ന ആളുകൾ വളരെ വളരെ സൂക്ഷിച്ചുകൊള്ളുക. അസ്സാദിസത്തു അന്നഹു യുകല്ലഫു അൻ യൻഫുഖ ഫീഹ റൂഹ്. മാത്രമല്ല അയാളോട് നരകത്തിൽ വെച്ചുകൊണ്ട് കൽപ്പിക്കപ്പെടുകയാണ്, നീ വരച്ചിട്ടുള്ള, നീ ചിത്രീകരിച്ചിട്ടുട്ടുള്ള ആ ചിത്രം ഏതൊരു ജീവിയുടേതാണോ ആ ജീവിക്ക് ആത്മാവില്ലേ, അതുകൊണ്ട് തന്നെ അതിലേക്ക് നീ ആത്മാവിനെ നീ സന്നിവേശിപ്പിക്കുക. ഈ പറയുന്ന ഹദീസ് ബേസ് ചെയ്തിട്ടും വേറെ ചില റിവായത്തുകളെ ബേസ് ചെയ്തിട്ടുമാണ് ഉലമാക്കൾ പറഞ്ഞത് ഹറാമായിട്ടുള്ളത്, അതുപോലെ തന്നെ വസീലത്തു ശിർക്കായിട്ടുള്ളത്, മുലാഹാത്തു ബി ഖൽഖില്ല യഥാർത്ഥത്തിൽ വരുന്നത് തസ്വീറു ലവാത്തിൽ അർവാഹ്, റൂഹുള്ള വസ്തുക്കളെ തസ്വീർ ചെയ്യുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി നിനക്ക് ഗത്യന്തരമില്ലാതെ നിർബന്ധമായും എന്തെങ്കിലും ഒന്ന് വരക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മലകളോ അല്ലെങ്കിൽ മരങ്ങൾ, കല്ലുകൾ, പാറകൾ പോലുള്ളത് ചെയ്തോ, ഇന്ന് അത് ഇഷ്ടം പോലെ ചെയ്തോ എന്ന് മനസ്സിലാക്കും അപ്പൊ ആൾക്കാർ. അത് ഇഷ്ടം പോലെ ചെയ്യാനല്ല. എന്താ, മലകളും അതുപോലെ തന്നെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആത്മാവില്ലാത്ത വസ്തുക്കൾ, മലകൾ പോലുള്ളതിനെയാണ് നിനക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നിർബന്ധമായ ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ റിവായത്തും അതുപോലെ തന്നെ പരലോകത്ത് വേണ്ടി ശിക്ഷിക്കുമ്പോൾ സൂറ എടുത്തിട്ട് ആ സൂറയിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ പറയും. അപ്പൊ ആത്മാവുള്ള വസ്തുക്കളുടെ സൂറയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്, അതിൽ നിന്ന് ലിംനൻ, മറ്റതിൽ നിന്ന് തസ്രീഹൻ. അതുകൊണ്ട് അയിമ്മത്തു സുന്ന അവരുടെ ഖൗല് ഹറാമായിട്ടുള്ളത്, മുലാഹാത്തു ബി ഖൽഖില്ല വരുന്നത്, ഏറ്റവും വലിയ ലാലിമായി തീരുന്നത്, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ എന്ന കാറ്റഗറിയിൽ പെടുന്നത് ബി തസ്വീരി ദവാത്തിൽ അർവാഹ്, ആത്മാവുള്ള വസ്തുക്കളുടെ രൂപം ചിത്രീകരിക്കുന്നതിലൂടെയാണ്. ആ രൂപം എങ്ങനെയാലും വേണ്ടില്ല, അത് കടലാസിലായാലും വേണ്ടില്ല, ക്യാൻവാസിലായാലും വേണ്ടില്ല, ചുമരിലായാലും വേണ്ടില്ല. അങ്ങനെ വസ്ഫിയായതാണെങ്കിലും ശരി, അതല്ല മാർബിളിലാണെങ്കിലും, അതല്ല പിന്നെ കളിമണ്ണിലാണെങ്കിലും, അതല്ല ലോഹത്തിലാണെങ്കിലും, അതല്ല മരത്തിലാണെങ്കിലും, അത് ഡയമെൻഷനലായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. പിന്നെ അൽ-അംറു ബി തംസിഹ ഇദാ വുജിദത്, അങ്ങനെയുള്ള ഒരു സൂറ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ താഴ്ത്തിയാണ് വേണ്ടത്. അതിനെ നമ്മൾ തംസ് ചെയ്യണം, മായ്ച്ചു കളയണം. എങ്ങനെയാ തംസ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യന്റെ ചിത്രം നമ്മൾ ഇപ്പൊ ഉദാഹരണമായി ഒരു മജല്ല വാങ്ങിക്കൊണ്ടുവന്നു, ഒരു മാസിക, അതിൽ നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ ദീനിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ദുന്യവിയായതോ ആയ ഒരാവശ്യം ആ മാസിക കൊണ്ട് നമുക്കുണ്ട്, ഒരു ആർട്ടിക്കിൾ അതിലുണ്ട്, അത് എടുത്തു വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. അത് എടുത്തുകൊണ്ടുവരുമ്പോ അതിലതാ ഒരു മനുഷ്യന്റെ നല്ല ഒരു പൂർണ്ണ രൂപത്തിലുള്ള ചിത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ട വഴി? ഇതാ വുജിദത്ത്, അതുണ്ടായെങ്കിൽ അതിനെ തംസ് ചെയ്യണം. എങ്ങനെ തംസ് ചെയ്യേണ്ടത്? അതിന്റെ തല ഒന്നുകിൽ മഷി കൊണ്ടോ അല്ല മറ്റുള്ള വസ്തുക്കൾ കൊണ്ടോ അതൊന്നങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അത് തംസായി. ഇനി അത് ഡയമെൻഷനലായിട്ടുള്ള കല്ലുകൊണ്ടോ മറ്റുള്ളതുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചൊരു വസ്തുവാണെങ്കിൽ അതിന്റെ തല ആണ്ട് മുറിച്ചിട്ടാൽ മതി, ബാക്കിയുള്ള ഭാഗം നിന്നാൽ അത് അതിന്റെ പൂർണ്ണ രൂപമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഖത്ഉർ റൂസ് അത് റിവായത്തിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അതാണ് അതിന്റെ തംസ് ചെയ്യേണ്ടത്. ഇപ്പൊ പാഠപുസ്തകങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ വരികയാണെങ്കിൽ ശക്കിലല്ലാതെ ശരിക്കുള്ള സൂറകൾ വരുന്ന സമയത്ത്
മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളത് ആ പൂർണ്ണമായ ചിത്രമുള്ളിടത്ത് വേണമെങ്കിൽ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യാം, എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ ഒഴിവായി തീർന്നു. അതുപോലെ തന്നെ ഇത് തലക്കും മീതെ നമ്മൾ ഈ തൂക്കുന്നതൊക്കെ താഴത്തേക്ക് ഏതെങ്കിലും ഒരു നമ്മളൊരു പുതപ്പ് വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു വിരി വാങ്ങിക്കൊണ്ടുവന്നു, അതിലൊരാളുടെ ചിത്രമുണ്ട്, അത് കാലുകൊണ്ടിട്ട് നമ്മൾ ചവിട്ടുന്നിടത്ത് ഒരു വിരിയാക്കി നിലത്ത് ചവിട്ടുന്നിടത്ത് ഇട്ടാൽ അതോടുകൂടി ആ കാര്യം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇത് അങ്ങനത്തെ ഒരു തൊംസ് ഒരു മഷി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കളർ കൊണ്ടോ തൊംസ് ചെയ്താൽ തന്നെ തീരുന്ന കാര്യം അതിന്റെ പകരം ചിലർ ചിലപ്പോൾ സ്വത്തന്നെ നശിപ്പിക്കും. അതതിന്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിന് കവിയരുത്, ഒരു ആവശ്യമില്ല. മറിച്ച് അതിന്റെ സൂറ അതിന്റെ തനത് രൂപത്തിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളത് അതിന്റെ ദോഷം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കൽബോ സൂറയോ ഉള്ള വീട്ടിലേക്ക് കേറില്ല എന്നാ പറഞ്ഞത്. ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ ഉള്ളിലൊരു സൂറുണ്ട്, ആ സൂറ നമ്മൾ കണ്ടിട്ടില്ല, അതിങ്ങനെ മറിഞ്ഞു കിടക്കുന്നതാണ്, അത് ഇതിൽപ്പെടാത്തൊരു സംഗതിയാണ്. ഇനി ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു മാസിക ഉണ്ട്, അതിന്റെ ആദ്യത്തെ പേജിൽ തന്നെയാണ് ശരി, അത് നമ്മൾ അതിന്റെ ആ ഭാഗം മുഖം ഒന്നങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരുന്നതാണ്. അതല്ല, ഇനി ഒന്നാണ് അത് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പൊതിഞ്ഞു വന്നൊരു കടലാസാണ്, അത് നമ്മള് ചവറിടുന്ന കൊട്ടയിലിട്ടു, അപ്പൊ ആ കൊട്ടയിലിടുന്നതിന്റെ മുമ്പ് ഇതൊന്ന് മാറ്റണ്ടയില്ല, അത് ആ ചവറിന്റെ കൊട്ടയിലിടുന്നതോടുകൂടി തന്നെ അതിന്റെ വില കെട്ടു, അതിന്റെ വില നമ്മൾ കെടുത്തുകയാണ് വേണ്ടത്. ഇനി അതല്ല, നമുക്ക് എടുത്തു സൂക്ഷിക്കേണ്ട ഒരു മാഗസിനാണ്, ഉള്ളിലൊന്നുമല്ല ചിത്രം, അതിന്റെ പുറത്ത് തന്നെ ഉള്ളതാണെങ്കിൽ അതൊന്ന് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പൊ വീടുകളിലൊക്കെ സാധാരണ കാണുന്നത് പോലെ വല്ലിപ്പാന്റെ ചിത്രം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അതത് പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വളരെ ഗംഭീരമായി ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടാകും. അത് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇറക്കി വെക്കേണ്ടത്. അങ്ങനെയുള്ള സൂറകൾ, ഇതുപോലുള്ള സൂറകൾ, ആ സൂറകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു നായയുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നത് അല്ലാഹു വിലക്കിയിട്ടുള്ളതാണ്. മലക്കുകൾ അവിടത്തേക്ക് കയറി വരില്ല. നമ്മൾ എന്നിട്ട് 150 പ്രശ്നം നമുക്ക്. ഈ പ്രശ്നമൊക്കെ എങ്ങനെ ഉണ്ടാണത്? പ്രശ്നം ഉണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്. അതൊന്നും നമ്മൾ ചെയ്യൂല. എല്ലാ ഇബ്ലീസിന്റെ വഴികളും നമ്മൾ തുറന്നു വെച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്രശ്നത്തിലാണ്, എനിക്ക് 150 പ്രശ്നമാണ് എന്ന് പറയും. പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അതിന്റെ ദോഷഫലങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന വലിയ ശിക്ഷകൾ, അതിന്റെ അവാത്തബുകൾ ദുനിയാവിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. റഹ്മത്തിന്റെ മലക്കുകൾ ആ വീടിലേക്ക് പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അതിലേക്കുള്ള തെളിവാണ്. ഇത്രയും കാര്യമാണ് ഈ അധ്യായത്തിൽ. അതുകൊണ്ട് ഇതിന്റെ നസ്സ് ഒന്നുകൂടി ജസ്റ്റ്, കാരണം വളരെ പ്രധാനപ്പെട്ട സംഭവമായതുകൊണ്ട് നസ്സ് ഒന്നുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ബാബു മാ ജാഅ ഫിൽ മുസവ്വിരീൻ, പിക്ചറിംഗ് നടത്തുന്ന, ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന, രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ളതായ താക്കീതുകൾ വിവരിക്കാനുള്ള അധ്യായം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى. അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ടും പറയുന്ന ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, ഞാൻ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന മുതിരുന്നവനേക്കാൾ കടുത്ത അതിക്രമി മറ്റാരുമില്ല. ഫൽയഖ്ലുഖു ദർറ, അവരങ്ങനെ എന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കുന്നുവെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു, അവരൊരു ചെറിയ ജീവിയായ, ഏറ്റവും ചെറിയ ജീവിയായ ഒരു കറുത്ത ചെറിയ ഉറുമ്പിനെയെങ്കിലും പടക്കട്ടെ. ഔ ലിയഖ്ലുഖു ഹബ്ബ, അല്ലെങ്കിൽ വളരാൻ സാധ്യതയുള്ള, വളരാനുള്ള ക്ഷമതയുള്ള ഒരു ധാന്യമണിയെങ്കിലും അവർ പടക്കട്ടെ. ഔ ലിയഖ്ലുഖു ശഈറതൻ, അതല്ലെങ്കിൽ ആ ധാന്യമണിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന ചോളത്തിന്റെ ഒരു ചെറിയ ചെടി, അതെങ്കിലും അവരുണ്ടാക്കട്ടെ. അഖ്റജാ, ഈ ഹദീസ് ഇമാമ അൽ മുഹദ്ദിസീൻ ബുഖാരി വ മുസ്ലിം റഹിമഹുമുല്ലാഹ് അവർ രണ്ടുപേരും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വലഹുമ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ ഖാൽ അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നവരിൽ ഒരു കൂട്ടർ ആരാണ്? അല്ലദീന യുളാഹിഊന ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ
ഇമിറ്റേറ്റ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം പുലർത്താൻ ശ്രമിക്കുന്ന ആളുകളാകുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസിൽ നിന്ന് സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ഏത് രൂപത്തിലുള്ള സൂറ ഉണ്ടാക്കുന്നവരും, ആത്മാവുള്ള ഏതൊരു വസ്തുവിനെ അതിന്റെ രൂപമുണ്ടാക്കുന്നവരും, അത് ജിസ്മു കൊണ്ടാകട്ടെ അല്ലെങ്കിൽ വസ്തു കൊണ്ടാകട്ടെ, ഏതൊരു മുസവ്വിറും ഫിന്നാർ, നരകത്തിലാണ്, കടുത്ത ശിക്ഷ. യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹ, അവൻ നിർമ്മിച്ചിട്ടുള്ള ഓരോ സൂറക്കും അഭിമുഖമായി അല്ലാഹു അവൻ ഉണ്ടാക്കി കൊടുക്കും നഫ്സുൻ, ഒരാത്മാവിനെ. എന്നിട്ട് യുഅല്ലബു ബിഹ, ആ ഓരോ സൂറക്കും ഓരോ ആത്മാവിനെ ഉണ്ടാക്കിയിട്ട് ആ ആത്മാവിന് ശിക്ഷ കൊടുക്കും. ഫീ ജഹന്നം, നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെടും. അങ്ങനെ കടുത്ത ശിക്ഷക്കവൻ വിധേയമാക്കപ്പെടും. വലഹുമാ അൻഹു മർഫൂഅൻ, ബുഖാരിയും മുസ്ലിമും തന്നെ ഇബ്നു അബ്ബാസിൽ നിന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തപ്പെടുന്ന റിവായത്തിൽ ഇപ്രകാരം പറയുന്നു, മൻ സവ്വറ സൂറത്തൻ ഫിദ് ദുനിയ, ഒരാൾ ദുനിയാവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൂറ ഉണ്ടാക്കിയാൽ കുല്ലിഫ അൻ യൻഫുഖ ഫീഹാ, ആ സൂറ ഉണ്ടാക്കിയ ആ ജീവിയിലേക്ക് ആത്മാവിനെ ഊതാൻ വേണ്ടി അദ്ദേഹത്തോട് പരലോകത്ത് വെച്ച് കൽപ്പിക്കപ്പെടും. വലൈസ ബിനാഫിഖ്, അങ്ങനെ പറയും കഴിയില്ല, വീണ്ടും പറയും കഴിയില്ല. അങ്ങനെ അയാളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും, അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. വലൈസ ബിനാഫിഖ്, അയാൾക്ക് ആ സൂറയിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുക, ഊതുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. വലി മുസ്ലിം, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ അബുൽ ഹയ്യാജ് അൽ അസദി, ഹയ്യാജ് ഇബ്നു ഹുസൈൻ അൽ അസദി, അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത്, അദ്ദേഹം പറയുന്നു, ഖാലലി അലി ഇബ്നു അബി ത്വാലിബ് റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അലാ ബഅതുക അലാ മാ ബഅതനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ള കാര്യത്തിന് താങ്കളെ ഞാൻ നിയോഗിച്ചയക്കട്ടെയോ? അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്തഹ, ഏതൊരു രൂപമുണ്ടോ ചിത്രമുണ്ടോ അതിനെ നീ നശിപ്പിക്കാതെ, ത്വംസ് ചെയ്യാതെ. അതൊരു വസ്തുവാണെങ്കിൽ അതിന്റെ തല അങ്ങോട്ട് കട്ട് ചെയ്യുക, ഒരു വരച്ചു വെച്ച ചിത്രമാണെങ്കിൽ ആ ഭാഗം, തലയുടെ ഭാഗം അങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് വെട്ടിമാറ്റുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ത്വംസ് ചെയ്യാതെ സൂറ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നീ അതിനെ വിട്ടേക്കരുത്. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ഖബറുകളിൽ നിന്ന് വേർതിരിഞ്ഞ് കാണുന്ന രൂപത്തിൽ പ്രത്യേകം അതിനെ വേർതിരിച്ചു നിർത്തിയിട്ടുള്ളതോ ആയ ഖബറുകളുണ്ടെങ്കിൽ മറ്റ് ഖബറുകളെപ്പോലെ ഭൂമിയുടെ നിരപ്പിലോളം അതിനെ സമപ്പെടുത്തി സാധാരണയാക്കി തീർത്തിയിട്ടല്ലാതെ ആ ഒരു ഖബറിനെയും നീ വിട്ടേക്കരുത്. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ഖബറിന്റെ മസലയിൽ മാത്രം തൗഹീദും മറ്റുള്ള സൂറന്റെ മസലയിൽ തൗഹീദും ഇല്ലാത്ത അപൂർണമായിട്ടുള്ള തൗഹീദ്, ആ പ്രബോധനം നമ്മൾ ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട കാലമായിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ദീനിനെ, തൗഹീദിനെങ്കിലും അതിന്റെ സാകല്യത്തിൽ, അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. വഫീഹി മസാഇൽ, ഈ കിതാബിൽ ഈ പറഞ്ഞ അധ്യായത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മസ്അല, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്തിംബാത്ത് ചെയ്ത മസ്അല അത് 7ആണ്. ഒന്ന് അത്തഗ്ലീദു ശദീദു ഫിൽ മുസവ്വിരീൻ, മുസവ്വിരീങ്ങളെ കുറിച്ച് വന്നിട്ടുള്ള കർക്കശമായ താക്കീതുകൾ. രണ്ടാമത്തേത് അത്തൻബീഹു അലൽ ഇല്ല, അതിന്റെ കാരണം ഉണർത്തി. വഹുവ തർക്കുൽ അദബി മഅ അല്ലാഹി ലിഖൗലിഹി വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അനുകരിക്കുക, അവൻ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ, അവൻ രൂപമുണ്ടാക്കുന്നത് പോലെ രൂപമുണ്ടാക്കാൻ. അന്നിദ്ദിയത്തു ഫി തസ്വീർ, തസ്വീറിലുള്ള നിദ്ദിയത്ത് ഉദ്ദേശിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് അത് കടുത്ത തെറ്റായി തീർന്നത്. മൂന്നാമത്തേത് അത്തൻബീഹു അലാ ഖുദ്റത്തിഹി വഅജ്സിഹിം, അല്ലാഹ്ക്ക് സൂറണ്ടാക്കാനും ഖൽഖ് സൃഷ്ടിപ്പ് പൂർത്തീകരിക്കാനും അതിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കാനും എല്ലാറ്റിനും കഴിവുറ്റവനാണ്. എന്നാൽ അവരാണെങ്കിലോ ഒന്നിനും കഴിവില്ലാത്തവരാണ്. കാരണം അള്ളാഹു തന്നെ പറഞ്ഞു, ഫൽയഖ്ലുഖൂ ദർറ ഔ ഹബ്ബ ഔ ശഈറ, അവർക്ക് സാധിക്കുമെങ്കിൽ ഒരു ധാന്യത്തെ, ഒരു ചെറിയ ഉറുമ്പിനെ, അല്ലെങ്കിൽ ഒരു ധാന്യമണിയെ, അല്ലെങ്കിൽ ഒരു ചോളത്തിന്റെ ഒരു ചെടിയെ എങ്കിലും അവർ ഉണ്ടാക്കട്ടെ എന്ന്. അർറാബിഅതു അത്തസ്രീഹു ബിഅന്നഹും അശദ്ദുൻ നാസി അദാബൻ, അടുത്തത് അവര് ഇങ്ങനെ സൂറ ഉണ്ടാക്കുന്ന ആളുകൾ പരലോകത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നവരിലാണ് പെടുക. ശിർക്കും കുഫ്റും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകും. അതേപോലെ ഏറ്റവും കടുത്ത ശിക്ഷ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരിനമാണ് ഇവര്. അഞ്ചാമത്തേത് അന്നല്ലാഹ യഖ്ലുഖു ബിഅദദി കുല്ലി സൂറത്തിൻ നഫ്സൻ യുഅദ്ദബു ബിഹാ അൽ മുസവ്വിറു ഫീ ജഹന്നം, ചിത്രമുണ്ടാക്കുന്ന ഒരാൾ എത്ര ചിത്രമുണ്ടാക്കിയോ അത്രയും നഫ്സ് അദ്ദേഹത്തിന് അള്ളാഹു ഉണ്ടാക്കും.
എന്നിട്ട് ഓരോ സൂറക്കും ഓരോ സൂറയുടെയും പേരിൽ ഓരോ നഫ്സിനും അയാൾക്ക് നരകത്തിൽ വെച്ച് ശിക്ഷ അള്ളാഹു നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആറാമത്തേത് അന്നഹു യുകല്ലഫു അൻ യൻഫുഖ ഫീഹ റൂഹ്. അയാൾ വരച്ചു വെച്ച ചിത്രങ്ങൾ, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ, ആ രൂപങ്ങളിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തോട് പറയും. അദ്ദേഹത്തിന് കഴിയാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ദണ്ഡനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കൽപ്പന, ഈ വിലക്ക്. അത് അത്തസ്വീർ ഫീ ദവാത്തിൽ അർവാഹ്, റൂഹുള്ള വസ്തുക്കളുടെ തസ്വീറാണ് ഉദ്ദേശിക്കുന്നത്. അസ്സാബിയത്തു, ഏഴാമത്തേത് അംറു ബിതംസിഹാ ഇദാ വുജിദ. ഏതെങ്കിലും കാരണത്താൽ നമ്മളത് ഉണ്ടാക്കാൻ പാടില്ല, മറ്റേതെങ്കിലും കാരണത്താൽ നമ്മൾ ഇടപെടുന്ന, നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു സൂറ, ഒരു രൂപമോ ഒരു ചിത്രമോ ഉണ്ടെങ്കിൽ അതിനെ ത്വംസ് ചെയ്യണം. അതൊരു രൂപമാണെങ്കിൽ അതിന്റെ തല മുറിച്ച് കളഞ്ഞാൽ മതി. അതൊരു ചിത്രമാണെങ്കിൽ ആ തലയുടെ ഭാഗം നമ്മൾ വരച്ച് അല്ലെങ്കിൽ മഷിയോണ്ട് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മതി. അതാണ് അതിന്റെ ത്വംസ്. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.